السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മന്ത്രവാദത്തിന്റെ പേരിൽ ഹദീസ് നിഷേധമോ എന്ന ക്ലാസിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ എന്താണ് റുഖിയ എന്നതിനെ സംബന്ധിച്ച്, അത് ഏതൊക്കെ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആയത്തുകളും ഹദീസുകളും നമ്മൾ വിശദീകരിച്ചു. ഖുർആൻ ശിഫയാണ് എന്നതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ട് ചികിത്സിക്കാം, മനുഷ്യന്റെ ശാരീരികമായ രോഗങ്ങൾക്ക്, അതേപോലെ തന്നെ ആ വിഷയ സംബന്ധമായി വന്നിട്ടുള്ള ഹദീസുകൾ നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. അതോടൊപ്പം നമ്മൾ പറഞ്ഞത്, റുഖിയ ജായിസായി തീരണമെങ്കിൽ അതിന് പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ള ശുറൂത്തുകൾ പാലിക്കപ്പെടണം. ആ ശുറൂത്തുകൾ നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഇതാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള റുഖിയ ശർഇയ്യ. അതല്ലാത്തത് സാഹിർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജ്യോത്സ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതല്ലാതെ മന്ത്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചില പ്രത്യേകമായ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിലൊക്കെ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായം തേട്ടമുണ്ട്, ജിന്നുകളോടുള്ള സഹായം തേട്ടമുണ്ട്. പലതും ഷിർക്കിന്റെ പ്രവർത്തനങ്ങളാണ്. ഹറാമായ പലതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്മിന്റെ പണി, തുൽസമാത്തിന്റെ പണി. അതല്ലാത്തത് ഇസ്ലാം ഹറാമാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിനെ ഇസ്ലാം ശക്തിയായിട്ട് എതിർക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിൽ റുഖിയ നടത്തുന്നത് കൊണ്ട് ഒരാളും മർദ്ദിക്കപ്പെടരുത്, ഒരാളും കൊല്ലപ്പെടരുത്. അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത്തരത്തിലുള്ളതിനെ ശക്തിയായിട്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചുരുക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ ബാക്കിയായിട്ട് നമുക്കിടയിൽ ചില കാര്യങ്ങൾ സംശയാസ്പദമായി നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സംശയാസ്പദം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ചില ആളുകൾ മനഃപൂർവം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് അംഗീകരിക്കാൻ സന്നദ്ധരല്ലാത്ത ചില ആളുകൾ, അതോടൊപ്പം അവർ സലഫിയത്തിന്റെ കുപ്പായം ധരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നു. അവർ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ശുബ്ഹാത്തുകളും ശക്കുകളും സംശയങ്ങളും അവ്യക്തതകളും ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്.
നമുക്ക് വളരെ വിശദമായിട്ട് അത് വിശദീകരിക്കാൻ ഈ സന്ദർഭത്തിൽ സാധ്യമല്ലെങ്കിലും അതിന്റെ ചില ഭാഗങ്ങൾ സംസാരിക്കുകയും പിന്നീട് ആവശ്യമായി വന്നാൽ നമുക്ക് ആ കാര്യങ്ങൾ വീണ്ടും വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യാവുന്നതാണ് എന്നുള്ളത് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ അവിടെ ഏതൊരു വിഷയത്തിലും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് എന്താണോ അത് അതേപോലെ അംഗീകരിക്കുകയും ഈ പറയപ്പെട്ട ആയത്തുകളും ഹദീസുകളും സലഫുകൾ, സഹാബത്ത്, താബീങ്ങൾ, തബഉ താബീങ്ങൾ, അതേപോലെ തന്നെ അഹ്ലുസുന്നയുടെ സമുന്നതരായ മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഷേഖന്മാർ, ഈ മൻഹജും ഈ ഉസൂലും അംഗീകരിക്കുന്ന ആളുകൾ അവരെന്താണോ ഈ വിഷയത്തിൽ പറഞ്ഞത് അതെന്താണെങ്കിലും, അത് നമ്മൾ ജീവിക്കുന്ന കേരളത്തിനെതിരാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനെതിരാണെങ്കിലും ഇനി എന്ത് തന്നെ ആ വിഷയത്തിൽ വന്നാലും പ്രമാണങ്ങളിൽ വന്നത് സ്വീകരിക്കുക, ആ മൻഹജും ഉസൂലും നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. അപ്പൊ ഈ വിഷയം നമ്മൾ സംസാരിച്ച സന്ദർഭത്തിൽ പലരും പല സംശയങ്ങൾ ഉന്നയിച്ചു. ഇൻഷാ അല്ലാഹ് ആ സംശയങ്ങൾക്കുള്ള വിശദീകരണമാണ് ചെറിയ രൂപത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഒന്നാമത്തെ അതൊന്ന് വായിക്കാൻ എന്താണെന്നുള്ളത്. ഒന്നാമത്തെ സംശയമായി എഴുതി കിട്ടിയത് 70,000 പേര് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞ ഹദീസിൽ അവരുടെ യോഗ്യത പറഞ്ഞപ്പോ ലാ യർഖൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഈ ഹദീസ് മന്ത്രിക്കുന്നതിനെതിരല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ആ വിഷയത്തിൽ അവർ ലാ യർഖൂന, അവർ മന്ത്രിക്കാത്തവരായിരിക്കും. ലാ യർഖൂൻ വലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഇങ്ങനെ ആണ് ആ റിവായത്തുകൾ വന്നിട്ടുള്ളത്. ലാ യർഖൂൻ, അവർ മന്ത്രിക്കാത്തവരായിരിക്കും എന്നാണ് അതിന്റെ ഒരു റിവായത്തിലുള്ളത്. അത് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് എതിരല്ലേ എന്നുള്ളതാണ് ഇവിടെ സംശയമായിട്ട് വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, പ്രമാണങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ അംഗീകരിക്കാൻ സന്നദ്ധരല്ലാത്ത ചില ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില വസ്വാസുകളുണ്ട്, ചില ശുബ്ഹാത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയം മാത്രമാണിത്. അവർ യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ പരമാവധി തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ മന്ത്രം തന്നെ തെറ്റാണ് എന്നുള്ള ഒരു ചിന്താഗതി, മന്ത്രത്തോട് ഒരു വെറുപ്പ് കാണിക്കുന്ന ഒരു സമീപനം, അവർ സ്വർഗത്തിൽ പോലും പ്രവേശിക്കുകയില്ല എന്നൊക്കെ രൂപത്തിലുള്ള വിശദീകരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ സുദീർഘമായിട്ടുള്ള ഒരു ഹദീസാണ്. പല തവണ നമ്മളത് മനസ്സിലാക്കിയ ഹദീസായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിചാരണ കൂടാതെ 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. വേറെ ചില റിവായത്തുകളിൽ അതിൽ ഓരോരുത്തരുടെയും കൂടെ 70,000 ഉണ്ടാകുമെന്നുള്ളത് വേറെ ചില സഹിഹായ റിവായത്തുകളിൽ കാണാം. എന്നിട്ട് അവരാരായിരിക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൽ പറഞ്ഞതാണ്, ഒന്ന് ലാ യർഖൂൻ വലാ യസ്തർഖൂൻ, അവരെ മന്ത്രിക്കാത്തവരായിരിക്കും, അവരെ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരായിരിക്കും. രണ്ട് പദപ്രയോഗങ്ങളാണ്. ഒന്ന് മന്ത്രിക്കുക, ലാ യർഖൂൻ, റഖാ യർഖി, ലാ യർഖൂൻ, അവർ മന്ത്രിക്കാത്തവരായിരിക്കും. വലാ യസ്തർഖൂൻ,
ഇസ്തിർഖ മന്ത്രിക്കാൻ ആവശ്യപ്പെടുക, അതാണ് ഇസ്തിർഖ. പിന്നെ അവര് കയ്യ് നടത്താത്തവരായിരിക്കും, അവരുടെ റബ്ബിൽ മാത്രം വരമേൽപ്പിക്കുന്നവരായിരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ലാ യർഖൂൻ അവർ മന്ത്രിക്കാത്തവരാണ് എന്നുള്ള റിവായത്ത് വന്നിട്ടുള്ളത് ഇമാം മുസ്ലിമിൽ മാത്രമാണ്. ബുഖാരിയിൽ തന്നെ മുസ്ലിമിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ ഹദീസ് ആവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷെ അതില് ഒരു ഹദീസിലാണ് ലാ യർഖൂൻ എന്ന പദം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് ലാ യർഖൂൻ എന്നുള്ളതിന് മുഹദ്ദിസീങ്ങൾ കൃത്യമായി അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനം ലാ യർഖൂൻ എന്നത് മുസ്ലിമിന്റെ റിവായത്തിലുള്ളത് ഷാദ്ദാണ് എന്നുള്ളതാണ്. അപ്പൊ അതോട് കൂടിയിട്ട് ആ പ്രശ്നം തീർന്നു. അത് ഷാദ്ദായ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. ഷാദ് ആയ റിപ്പോർട്ട് എന്ന് പറയാനുള്ള കാരണം അതിന്റെ സനദിലുള്ള സഈദ് ബിൻ മൻസൂർ ഹുശൈമിൽ നിന്ന് അതിന്റെ ഏതാണ്ട് എല്ലാ സനദുകളും സഈദ് ബിൻ ജുബൈറിലൂടെ, ഷാമിൽ നിന്നും സഈദ് ബിൻ ജുബൈർ വരുന്ന പല ത്വരീഖുകളുണ്ട്. അതിൽ ഒരു റിവായത്ത് വന്നിട്ടുള്ളത് സഈദ് ബിൻ മൻസൂറിൽ നിന്നാണ്. ആ റിവായത്തിൽ മാത്രമാണ് എന്ത് കാണുന്നത്, ലാ യർഖൂൻ എന്നത് വന്നിട്ടുള്ളത്. അവർ മന്ത്രിക്കാത്തവരാണ് എന്നുള്ളത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റിവായത്ത്, ആ റിപ്പോർട്ട്, മുസ്ലിമിന്റെ ആ റിപ്പോർട്ട് ഷാദ്ദാണ് എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച പണ്ഡിതന്മാരൊന്ന് ഷേഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാല് وأما وقع من الزيادة في رواية مسلم هم الذين لا يرقون. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ വന്നിട്ടുള്ള സിയാദത്ത് ഏത്, ലാ യർഖൂൻ എന്ന് വന്നിട്ടുള്ള സിയാദത്ത് ഫഹിയ സിയാദത്തുൻ ഷാദ്ദ. അത് ഷാദ്ദായ സിയാദത്താണ്. ഷാദ്ദായ സിയാദത്ത് എന്ന് പറയാനുള്ള കാരണം സിയാദത്തുകൾ മഖ്ബൂലായതുണ്ട്, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പൊ അവിടെ ഷാദ്ദാണ്. അതുകൊണ്ട് തന്നെ അത് പ്രശ്നമാണ്. അപ്പൊ അത് ഷാദ്ദായ സിയാദത്താണ്. ലാ യർഖൂൻ എന്നുള്ളത് മുസ്ലിമിന്റെ ആ റിവായത്തിൽ വന്നിട്ടുള്ളത് ഷാദ്ദാണ്. അതുകൊണ്ട് തന്നെ വലാ മജാലി തഫ്സീലിൽ ഖൗലി ഫീ ദാലിക്കൽ ആൻ മിൻ നാഹിയത്തിൽ ഹദീസിയ. ഹദീസിന്റെ ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പൊ അത് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല, അതിന്റെ ഒരു രംഗമല്ല ഇപ്പൊ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വഹസ്ബുക്, നിനക്ക് മതി, അന്നഹ തുനാഫി മാ ദല്ല അലൈഹി ഹാദൽ ഹദീസ് മിൻ ഇസ്തിഹ്ബാബി റുഖ്യ. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റുഖ്യന്റെ മന്ത്രം ഉദ്ധരിച്ചതിന് ശേഷമാണ് ഈ സംഗതി വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, നിനക്ക് തെളിവ് തന്നെ ധാരാളമാണ്, നിനക്ക് മതി തെളിവായിട്ട്. എന്ത് മന്ത്രിക്കുക എന്നുള്ളത് മുസ്തഹബാണ് എന്ന് പറയുന്ന ഹദീസിന് ഇത് എതിരാണല്ലോ, അത് തന്നെ നിനക്ക് തെളിവായിട്ട് മതി. അതുകൊണ്ട് തന്നെ ഈ റിവായത്ത് ഷാദ്ദാണ്, ഈ സിയാദത്ത് ഷാദ്ദാണ് എന്നുള്ളതാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ 2 സ്ഥലത്ത് ഇതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഒന്ന് ലാ യർഖൂൻ എന്നുള്ള റിപ്പോർട്ട് വഹുവ ഗാലത്തുൻ, അത് തെറ്റാണ് എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞത് ലാ യർഖൂൻ എന്നുള്ള സിയാദത്ത് ലഈഫത്തുൻ ഗാലത്തുൻ, അത് ഗലത്താണ്, ലഈഫത്താണ് എന്ന് വേറെ സ്ഥലത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിനെ പറ്റി ഈ രൂപത്തിലുള്ള വ്യാഖ്യാനമാണ് ഒന്ന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ലാ യർഖൂൻ അത് ഷാദ്ദായ റിവായത്താണ്, അവര് മന്ത്രിക്കാത്തവരാണ് എന്നുള്ളത് ഷാദ്ദായ റിവായത്താണ്. അതുകൊണ്ട് തന്നെ നമുക്കത് സ്വീകരിക്കേണ്ടതില്ല. ഇന്നെന്താണ് ലാ യസ്തർഖൂൻ, അവര് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. പിന്നീട് ഈ വ്യാഖ്യാനാണ് അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് ലാ യർഖൂൻ എന്നുള്ളത് ഷാദ്ദാണ്. പിന്നെ ലാ യസ്തർഖൂൻ എന്നുള്ളതിൽ എന്താണ്, മന്ത്രിക്കരുത് എന്നല്ല, മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കരുത് എന്നുള്ളതല്ല. ഇത് രണ്ടും നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇവര് തെറ്റിദ്ധരിപ്പിക്കൽ ഈ രൂപത്തിലാണ്. ഒന്ന് മുസ്ലിമിന്റെ ഈ റിവായത്ത് വെച്ചിട്ട് അവർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്.
പിന്നെ ഈ അർത്ഥത്തിൽ അവര് പിന്നെ ദുർവ്യാഖ്യാനം നടത്താറുണ്ട്. ലാ യസ്തർക്കൂൻ എന്നുള്ളതിന്റെ അർത്ഥം മന്ത്രിക്കരുത് എന്നോ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കരുത് എന്നോ അതല്ല. രണ്ടും ഇസ്ലാം അനുവദിച്ചതാണ്. രണ്ടിന്റെയും തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഉദ്ധരിച്ചു. ഇനി ഈ ഹദീസിന് ഇബ്നു ഹജർ ഇതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് ലഖദ് റഖാ ജിബ്രീലു അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മന്ത്രിച്ചിട്ടുണ്ട്. വറഖാ അൻ-നബിയ്യു അസ്ഹാബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. വഅദിന ലഹും ഫിർറുഖ, മന്ത്രിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വഖാല മനിസ്തതാഅ അൻ യൻഫഅ അഖാഹു ഫൽയഫ്അൽ, സ്വന്തം സഹോദരന് ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ആളുകൾ ഉപകാരം ചെയ്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നഫ്ഉ മത്ലൂബൻ, അപ്പൊ ഉപകാരം ചെയ്തു കൊടുക്കുക എന്നുള്ളത് പിന്നെ ഒരു ആവശ്യമാണല്ലോ. ഖാല, എന്നിട്ട് അദ്ദേഹം പറയുന്നത് അമ്മൽ മുസ്തർഖി, എന്നാൽ മുസ്തർഖി ഫൈന്നഹു യസ്അലു ഗൈറഹു വയർജു നഫഹു, എന്നാൽ ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞ എന്താണ്? മറ്റൊരാളോട് മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. മറ്റൊരാളോട് എനിക്ക് മന്ത്രിച്ചു തരണം എന്ന് ആവശ്യപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ഇത് ഹറാമാണോ? ഹറാമുമല്ല. ഇത് ബിദ്അത്താണോ? ബിദ്അത്തും അല്ല. പിന്നെന്താ ഇതിന്റെ പ്രശ്നം? തമാമു തവക്കുലി യുനാഫി ദാലിക, തവക്കുലിന്റെ പൂർണ്ണതയ്ക്ക് അത് എതിരാകുന്നു, അത്രേ ഉള്ളൂ. അതാണ് പണ്ഡിതന്മാരെ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വഇന്നമൽ മുറാദു വസ്ഫസ് സബ്ഈന ബിതമാമി തവക്കുലി ഫലാ യസ്അലൂന ഗൈറഹും അൻ ഇർഖിയഹും. അതുകൊണ്ട് തന്നെ ആ 70,000 ആളുകളുടെ പ്രത്യേകത എന്താ? അവരാ തവക്കുലിന്റെ പൂർണ്ണത നേടിയവരാണ്. ഫലാ യസ്അലൂന ഗൈറഹും, അതുകൊണ്ട് ഒരാളോടും അവര് ചോദിക്കൂല, അവരാവശ്യപ്പെടുകയില്ല അൻ ഇർഖിയഹും, അവർക്ക് മന്ത്രിച്ചു കൊടുക്കാൻ. അപ്പൊ യഥാർത്ഥത്തിൽ അത് തൗഹീദിന്റെ പൂർണ്ണത, തവക്കുലിന്റെ പൂർണ്ണത. അതാണ് ആ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞത്. അതല്ലാതെ ഒരാൾ മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു എന്നത്, ഒരാൾ മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടാൽ തന്നെ അത് ഹറാമായി തീരുകയോ അത് ഇസ്ലാമിനെതിരായി തീരുകയോ അയാൾ സ്വർഗത്തിൽ പോകാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെന്താ? ആ തവക്കുലിന്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തും എന്നുള്ളതാണ് ഇബ്നു ഹജർ അൽ അസ്കലാനി ഈ പരാമർശത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദുസ് സ്വാലിഹീന്റെ ശറഹിലും ഇതേ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരാളിൽ നിന്നും മറ്റൊരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടുക. അദ്ദേഹം ലാ യർഖൂൻ എന്നതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത് കലിമത്തുൻ ഗൈറു സഹീഹ, ലാ യർഖൂൻ എന്നുള്ളത് സഹീഹല്ല. വലാ തസ്ീഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളൊക്കെ അതിനെതിരാണ്. അതുകൊണ്ട് തന്നെ ലാ യർഖൂൻ എന്നുള്ളത് സ്വഹീഹല്ല. لأن معنى لا يركن أي لا يقرؤون على المرضى وهذا باطل فإن رسول عليه الصلاة والسلام كان يرقي المرضى, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ രോഗികൾക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഫൽ മുഹിമു, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അന്ന ഹാദിഹി ലഫ്ല, ഈ ലാ യർക്കുൻ എന്നുള്ള പ്രയോഗം ലഫ്ലത്തുൻ ഷാദ്ദ, അത് ഷാദ്ദായ ഒറ്റപ്പെട്ട ഷാദ്ദായിട്ടുള്ള പിന്നെ ഒരു പ്രയോഗം മാത്രമാണ്. വഖത്തുൻ, അത് തെറ്റാണ്. ലാ യജൂസ് ഇഅ്തിമാദുഹ, അതിനെ അവലംബിക്കല് ശരിയാവില്ല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുള്ളതിനെതിരാണത്. വസ്സവാബു, ശരിയായിട്ടുള്ളത് എന്താണ്? അപ്പൊ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ മാത്രം സഈദ് ഇബ്നു മൻസൂറിലൂടെ അത് വന്നിട്ടുണ്ട്. അപ്പൊ വസ്സവാബു, ശരി എന്താണ്? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ലാ യത്ലുബൂന, അവരാവശ്യപ്പെടുകയില്ല മിൻ അഹദിൻ, ഒരാളിൽ നിന്നും അൻ യഖറ അലൈഹിം ഇദാ അസാബഹും ഷൈഉൻ, അവർക്ക് വല്ല രോഗവും വല്ല വിപത്തും ബാധിച്ചാല് മറ്റുള്ളവരോട് മന്ത്രിച്ച് തരണം എന്നവർ ആവശ്യപ്പെടുകയില്ല. ലിഅന്നഹും മുഅ്തമിദൂന അലല്ലാഹ്, അവർ അള്ളാഹുവിനെ മാത്രം അവലംബിക്കുന്നവരായിരിക്കും. എന്നിട്ട് ആ കാര്യങ്ങൾ അദ്ദേഹം എങ്ങനെ വിശദീകരിക്കുകയാണ്? മൊത്തത്തിൽ ചോദ്യം തന്നെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? എതിർത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു രോഗം അല്ലെങ്കിൽ വിപത്ത്, ഒരു പ്രയാസം അവർക്ക് വന്നാൽ തന്നെ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരോട് എനിക്ക് മന്ത്രിച്ച് തരണം എന്നവർ ആവശ്യപ്പെടൂല. അപ്പൊ അതാണ് ആ 70,000 ആളുകളെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞത്. ആ തവക്കുലിന്റെ പൂർണ്ണതക്കെതിരാകുന്നു അത്രമാത്രം, അതിനൊരു ചെറിയ ഭംഗം വരുത്തുന്ന അത്രമാത്രം. അതല്ലാതെ ഒരാളിനി മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടാൽ തന്നെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല എന്നൊന്നും, അത് ഹറാമാണെന്നോ അത് തെറ്റാണ് എന്നുള്ളതോ ഒന്നും ഇതുകൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റൂല. ഇതേപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി
ഇതേ രൂപത്തിലുള്ള വ്യാഖ്യാനം തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, അദ്ദേഹം ഒരുപാട് വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതില് ഒന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, ഈ ലാ യർഖൂൻ വലാ യസ്തർഖൂൻ എന്നുള്ളത് സ്വഹീഹായ ഹദീസുകൾക്കെതിരാണെന്ന് ചില ആളുകൾ വിചാരിക്കും. യഥാർത്ഥത്തിൽ ഇമാം നവവി കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം എന്താ വെച്ചാല്, ഇവിടെ പറഞ്ഞ മന്ത്രം ഏതാണ്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ബൽ അൽ മദ്ഹു. ഈ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല. പിന്നെ ഈ ഹദീസിലുള്ളത് എന്താ? ഇമാം നബി വേറെ വ്യാഖ്യാനം നൽകുന്നത് അൽ മദ്ഹു മദ്ഹ് ചെയ്യലാണ്. ഫി തർക്കി റുഖാ, മന്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ മദ്ഹ് ചെയ്യാണ്. അവർ മന്ത്രിക്കാത്തവരായിരിക്കും. എങ്ങനെയുള്ള മന്ത്രങ്ങൾ? ബിഹാ അർ റുഖാ അല്ലത്തി ഹിയ മിൻ കലാമിൽ കുഫാർ, കാഫിരീങ്ങൾ ചെയ്തിരുന്നതായ ആ മന്ത്രം അത് മന്ത്രിക്കുകയില്ല, അത് മന്ത്രിക്കാത്തവരായിരിക്കുമെന്ന് അവരെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അതേപോലെ തന്നെ വർറുഖാൽ മജ്ഹൂല, അർത്ഥം തിരിയാത്ത, മജ്ഹൂലായ, തിരിയാത്ത, അറിയപ്പെടാത്ത മന്ത്രങ്ങൾ ചെല്ലുന്നതിന്, വല്ലത്തി ബിഗൈരിൽ അറബിയ, ഏതുപോലെ അറബിയല്ലാത്ത മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന്, അതേപോലെ തന്നെ വമാല യുറഫു മാനഹ, അർത്ഥമറിയാത്ത മന്ത്രങ്ങളെ, ഫഹാദിഹി മദ്മൂമ, ഇതെല്ലാം തന്നെ ആക്ഷേപിക്കപ്പെട്ടതാണ്. ലിഹ്തിമാലി അന്ന മാനഹ കുഫറുൻ, അതിന്റെ അർത്ഥത്തിൽ ചിലപ്പോൾ കുഫർ ഉണ്ടാകാം. ഔ കരീബിൻ മിൻഹു ഔ മക്റൂഹുൻ എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെങ്ങനെ വിശദീകരിച്ചു പോകണം. അപ്പൊ ഇമാം നബി കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം എന്താണ്? അവിടെ പറഞ്ഞത് എന്താ വെച്ചാല്, തെറ്റായ മന്ത്രങ്ങൾ അവർ ചെയ്യാത്തവരായിരിക്കും എന്നുള്ളതാണ് ഇമാം നബി കൊടുക്കുന്ന വ്യാഖ്യാനം. എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ജമ്പ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ മൊത്തത്തിൽ ഈ ഹദീസിന്റെ മുസ്ലിമിൽ വന്നിട്ടുള്ള ഈ റിവായത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് മുഹദ്ദിസീങ്ങൾ നൽകിയിട്ടുള്ളത്. അതല്ലാതെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരും മന്ത്രിക്കരുത് എന്നോ മന്ത്രിച്ചു കൊടുക്കരുത് എന്നുള്ളതോ ലോകത്ത് ഒരൊറ്റ മുഹദ്ദിസും ആ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടില്ല. പിന്നെ കേരളത്തിൽ എന്താ വെച്ചാല്, ഇതൊന്നും ബുദ്ധിക്ക് ദഹിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ ഹദീസുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് മുഹദ്ദിസീങ്ങളും അതേപോലെ തന്നെ അഹ്ലുൽ ഇൽമിൽപ്പെട്ട സലഫികളായ പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ലാ യർഖൂൻ എന്നുള്ളത് ഷാദാണ്. ഇനി ലാ യസ്തർഖൂൻ എന്നുള്ളത് മന്ത്രിക്കരുത് എന്നോ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കരുത് എന്നോ അല്ല, മറ്റൊരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടരുത് എന്നാണ്. ഇനി ആവശ്യപ്പെട്ടാൽ തന്നെ അത് ഹറാമാകുന്നില്ല, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുന്നില്ല. പിന്നെന്താ? തവക്കുലിന്റെ പൂർണ്ണതക്ക്, മൊത്തത്തിൽ ഇസ്ലാമിന്റെ തത്വം അതാണെന്ത്, ഒരാളോടൊന്നും ചോദിക്കരുത് എന്നുള്ളതാ. സ്വഹാബികളുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരെ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം വീണാൽ പോലും അത് അവരെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അവരെടുക്കലായിരുന്നു പതിവ്. മറ്റൊരാളോട് അത് എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ല എന്നൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തില് ഇതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒന്നും ചോദിക്കാത്ത ആളുകൾ, അവർ വിചാരണ കൂടാതെ 70,000 ആളുകൾ സ്വർഗത്തിൽ പോകുമെന്നുള്ളതാണ്. അതല്ലാതെ ഇത് മന്ത്രത്തിന് എതിരല്ല, അത് തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, റുഖിയ കേവലം രോഗശമന പ്രാർത്ഥന മാത്രമാണോ? പ്രാർത്ഥനയും മന്ത്രവും ഒന്നു തന്നെയല്ലേ? ഇതും ഇതേപോലെ തന്നെ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റുഖിയ എന്നത് കേവലം രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, അതല്ലാതെ വേറെ എന്തോ ഒന്നാണ് എന്നുള്ളത് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇവര് പറഞ്ഞ ഈ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു വിശ്വാസം. അതായത് റുഖിയ എന്നുള്ളത് എന്താ? രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. യഥാർത്ഥത്തിൽ ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റുഖിയൻ അംഗീകരിക്കാൻ മനസ്സിലാത്ത ആളുകൾ നടത്തുന്ന ചില ടിപ്പണികൾ മാത്രമാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അബ്ദുറഹ്മാൻ സലഫി പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ജമിയത്തുൽ ഉലമന്റെ പേരില്. അബ്ദുറഹ്മാൻ സലഫിയും അതേപോലെ തന്നെ അനസ് മുസ്ലിയാരും അനിഫ കായക്കൂണും കൂടി എഴുതിണ്ടാക്കിയ ജമിയത്തുൽ ഉലമന്റെ പേരില് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം. ആ പുസ്തകത്തില് നല്ല തട്ടിപ്പുകളാണ്. ശരിക്കും ഈ പുസ്തകം ശരിക്കും ഒരു പോസ്റ്റ്മോർട്ടം നമ്മൾ നടത്തണം. ഇതിലെന്താ ചെയ്തിട്ടുള്ളത് അറിയോ? റുഖിയ എന്ന് വരുന്നിടത്തൊക്കെ അർത്ഥം കൊടുത്തിരിക്കുന്നത് രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. എന്നാ പിന്നെ ദുആ എന്ന് പറഞ്ഞാൽ പോരെ? ശരിക്ക് ചില പണ്ഡിതന്മാര് ദുആന്റെ ഇനത്തിൽ റുഖിയ പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള ആളുകൾ. അതല്ലാതെ രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് റുഖിയ എന്നുള്ളത് അത് തീർത്തും തെറ്റാണത്. കാരണം എന്താ വെച്ചാല്
നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്ത്, റുഖിയ എന്നതിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള നിർവചനം തന്നെ എന്താ? റഖാ, യർഖി. ചിലത് നമ്മൾ ഉദ്ധരിച്ചു. എന്ത്? അസ്ഹരി തഹദീബുൽ ആത്തിൽ പറഞ്ഞത് റഖാ, അറാഖി, റുഖിയ, ഇദാ അവദ വനഫസ, ഊദ, രക്ഷ ചോദിക്കുക. ദുആ എന്നുള്ളതിന്റെ അർത്ഥം അത് ഊദ എന്നുള്ളത് നഫസ എന്നാണ് അതിൽ അർത്ഥം കൊടുത്തത്. നഫസ എന്ന് പറയുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു തുപ്പലം കൂടി കൂട്ടിയിട്ടുള്ള ഊത്താണ് നഫസ. അതേപോലെ തന്നെ ഇബ്നുൽ അസീർ കൊടുത്തതും ഈ രൂപത്തിലുള്ള വ്യാഖ്യാനം തന്നെയാണ്. അൽ ഔദത്തുല്ലതി യർഖി ബിഹാ സാഹിബുൽ ആഫ കൽ ഹുമ്മ വസ്സറ, ജിന്ന് ബാധ, അപസ്മാരം, ഇതേപോലെ പനി, ഇതൊക്കെ ബാധിച്ച ഒരാൾ മന്ത്രിക്കുന്ന രക്ഷാ മന്ത്രമാണിത്. ഇതേപോലെ തന്നെ ലിസാനുൽ അറബിൽ കാണാം റഖാ എന്നത് എപ്പോഴാണ് പറയാ മന്ത്രിച്ചു എന്നുള്ളത്. ഇദാ അവദ വനഫസ ഫി ഔദതിഹി, അവൻ രക്ഷ ചോദിക്കണം. ആ രക്ഷ ചോദിക്കുമ്പോൾ അതിലെന്തുണ്ടാകണം? ഊത്ത്, തുപ്പലം തെറിപ്പിച്ചിട്ടുള്ള, ഉമിനീര് തെറിപ്പിച്ചിട്ടുള്ള ഊത്ത്. അപ്പൊ അതിന്റെ നിർവചനത്തിൽ തന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ റുഖിയ്യത്ത് ശർഇയ്യ എന്നുള്ളത് കേവലം രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണെന്നുള്ളത് എന്താണ്? തീർത്തും അത് തെറ്റാണ്. അപ്പൊ അതിന്റെ നിർവചനത്തിൽ തന്നെ ആ തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു രണ്ടാമതൊരു വ്യത്യാസം എന്താ വെച്ചാല്, ഒരു മനുഷ്യന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം? പല രൂപത്തിൽ പ്രാർത്ഥിക്കാം. അയാളുടെ അഭാവത്തിലും പ്രാർത്ഥിക്കാം. അതിന് പ്രത്യേക പുണ്യണ്ടതാണ്. നമ്മുടെ സഹോദരൻ, അയാൾ ആ സഹോദരൻ നമ്മുടെ സന്നിധിയിലില്ല, നമ്മുടെ അടുത്തില്ല, അയാൾ പ്രസന്റ് അല്ല. എന്നിരുന്നാൽ പോലും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രത്യേകം പുണ്യമുണ്ട്. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നിനക്കും അങ്ങനെ കിട്ടട്ടെ, ലഭിക്കട്ടെ എന്നുള്ളത് മലക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഹദീസ് പഠിച്ചാണല്ലോ. അപ്പോ ദുആ എന്ത് ചെയ്യാ? പ്രസന്റ് ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. എന്നാൽ റുഖിയ പ്രസന്റിൽ ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മുബാശറായിട്ട് ലൈവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ അവരുടെ ആദ്യം തന്നെ പൊളിഞ്ഞു. ഇവര് ഈ പുസ്തകം ഉണ്ടല്ലോ, ഏത് അദ്റവാൻ സലഫി എഴുതി വെച്ച ഈ പുസ്തകത്തിന് മൊത്തം ഏതാണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റുഖിയ എന്നുള്ളതിന് മന്ത്രം എന്ന അർത്ഥം കൊടുത്തിട്ടുള്ളൂ. അത് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ കുടുങ്ങും എന്നുള്ള ആൾക്കാണ് അതന്നെ കൊടുത്തിട്ടുള്ളത്. അതല്ലാത്ത സ്ഥലത്തൊക്കെ അവർ ചെയ്തിട്ടുള്ളത് എന്താ? രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അതിൽ ചിലത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അപ്പൊ ഇതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാല്, പിന്നെ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടാനെന്ന പേരിൽ ഉറുക്ക്, മന്ത്രം, ഏലസ്, നൂല്, ഹോമം എന്നിത്യാദി ചികിത്സാ രീതികളെ ഇസ്ലാം നിരോധിക്കുന്നു. അവ ഇസ്ലാം നിരോധിക്കുന്ന കൂട്ടത്തിൽ ഏതുണ്ട്? മന്ത്രം എണ്ണീട്ടുണ്ട്. ഉറുക്കിന്റെ കൂടെ മന്ത്രം എണ്ണീട്ടുണ്ട്. ഏലസിന്റെ കൂടെ, നൂലിന്റെ കൂടെ, ഹോമത്തിന്റെ കൂടെ മന്ത്രം. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ശിർക്കൻ മന്ത്രം എന്നെങ്കിലും ബ്രാക്കറ്റ് കൊടുക്കണം. അതിനെ ഇസ്ലാം നിരോധിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? രോഗശമനത്തിന് മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കുകയും, മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ റുഖിയയുടെ എനിക്കൊണ്ട് ഈ ബുക്കിന്റെ പേര് ഇങ്ങനെ റുഖിയ ശർഇയ്യ എന്നുള്ളത് അറബി കൊടുക്കാൻ തന്നെ കാരണം ചിലപ്പോ എന്തായിരിക്കും? റുഖിയ ശർഇയ്യ എന്നുള്ളത് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുക. മന്ത്രം എന്ന് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ എന്ത് ചെയ്തിട്ടുള്ളത്? റുഖിയ ശർഇയ്യ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? രോഗശമനത്തിന് മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണമെന്നാണ്. അപ്പൊ മന്ത്രം എവിടെ പോയി? ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? റുഖിയ ശർഇയ്യ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? എന്നാൽ വൈദ്യശാസ്ത്രത്തിലോ മതത്തിലോ അവഗാഹമില്ലാത്ത ചില ആളുകൾ ജിന്ന് പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രോഗികളെ രക്ഷിക്കാനായി നടത്തുന്ന നൂലുകൾ ബന്ധിക്കുക, മന്ത്രിക്കുക, അതിന്റെ കൂടെ എന്താ എണീക്കണേ? മന്ത്രിക്കുക, അടിച്ചിറക്കുക, ജിന്നുകളോട് സംസാരിച്ച് അവർ പറഞ്ഞത് വിശ്വസിച്ച് നിർദ്ദേശങ്ങൾ നൽകുക പോലുള്ള ചികിത്സാ രീതികൾക്ക് ഖുർആനിലോ സുന്നത്തിലോ തെളിവുകൾ കാണാൻ കഴിയില്ല. അപ്പൊ ഇവിടേക്ക് എന്താ? മന്ത്രം എന്നുള്ളത് പ്രയോഗിച്ചിട്ടില്ല. ഇനി നോക്കിക്കോ, ഈ പുസ്തകത്തിന്റെ വേറെ ചില പേജുകളില്, ഇപ്പോ ഈ പുസ്തകത്തിന്റെ 62-ാമത്തെ പേജ്, ഈ പുസ്തകം അവസാനിക്കുകയാണ്. അതിൽ പറയുന്നത് എന്താ വെച്ചാല്,
പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ജീവിത രീതിയും പ്രാർത്ഥനകളും ജനങ്ങളെ പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇടമന്ത്രം ഹെഡിങ് എന്താ? റുഖിയ ശറയ്യ, പ്രാർത്ഥന. അതിന്റെ അർത്ഥം ദുആ എന്ന് കൊടുത്താൽ പോരെ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരിത് അംഗീകരിക്കണില്ല. മന്ത്രത്തെ ഈ പുസ്തകം വായിച്ചാൽ ഒരു മനുഷ്യൻ എന്താ ഉണ്ടാകുക? ഇൽത്തിവാസ ഉണ്ടാകുക. മന്ത്രം ഉണ്ടോ അല്ലേ? മന്ത്രം ഉണ്ട് എന്നുള്ളത് ഇതിന് കിട്ടൂല, മന്ത്രം അല്ല എന്നുള്ളത് ഇതിന് കിട്ടൂല. എങ്ങനെയാണ് മന്ത്രത്തിന്റെ രൂപം എന്നുള്ളത് ഇതിന് കിട്ടൂല. ശരിക്കും എന്തുണ്ടാക്കി ഈ പുസ്തകം ഇൽത്തിവാസ് ഉണ്ടാകും. ഇനി ഇത് പറഞ്ഞിട്ടാണ് എന്ത്? പ്രാർത്ഥനകളും ജനങ്ങളെ പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പഠനങ്ങൾ കടന്നു പോവാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ഈ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി ഇതിന്റെ പിന്നെ 61-ാമത്തെ പേജില് 61-ാമത്തെ പേജിൽ എന്താണ്? അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നു എന്ന പേരിൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട രോഗശമന പ്രാർത്ഥനകളെ, ശരിക്കും അവിടെ എന്താ? മന്ത്രാണ്. മന്ത്രം കൊടുത്തിട്ടില്ല. രോഗശമന പ്രാർത്ഥനകളെ എന്നാ നിഷേധിക്കുന്ന പ്രവണതയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഇതിൽ അതിലേറെ വലിയ രസം എന്താ വെച്ചാല്, ഷേഖ് റബിയന്റെ ഒരു ഫത്വ ഉണ്ട്. ആ ഫത്വനെ പേര് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ള എന്താ അറിയോ? ആ ഫത്വയില് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഒരാള് നിന്റെ അടുത്തേക്ക് മന്ത്രിക്കാൻ വേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? നീ അവർക്ക് വേണ്ടി നീ അവന് മന്ത്രിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവൻ മറ്റൊരാളുടെ അടുത്തേക്ക് പിന്നെ അടുത്ത് പോട്ടെ. ഒരാള് നിന്നോട് മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടാൽ നീ മന്ത്രിച്ചു കൊടുക്കുക. ആ പദപ്രയോഗം ഇങ്ങനെയാണ്: ഇതാ ജാക്ക ഇൻസാനും. ഷെയ്ഖ് റബീന്റെ ഫത്വയിലാണ് ഇപ്പൊ ഈ തട്ടിപ്പ്. ഇതാ ജാക്ക ഇൻസാനും, ഒരു മനുഷ്യൻ നിന്റെ അടുത്ത് വന്നാല് എത്തിലും മിൻക റുഖയ്യ, നിന്നോട് റുഖയ്യ ആവശ്യപ്പെട്ടുകൊണ്ട് നിന്റെ അടുത്തേക്ക് വന്നാൽ ഇർഖി, നീ അവന് മന്ത്രിച്ചു കൊടുക്കണം. അത് ഖുറാഫത്താണെന്നല്ല പറഞ്ഞ്, നീ അവന് മന്ത്രിച്ചു കൊടുക്കണം. ആ യദ്ഹബ് ഇന്ദ ഗൈരിക, അല്ലെങ്കിൽ അവന് വേറെ അടുത്തേക്ക് പോയിക്കോട്ടെ, ഖലാസ്, അത്ര മതി. അതിനർത്ഥം കൊടുത്തുക്കണം. എന്താ അറിയോ? അതിനർത്ഥം കൊടുത്തുക്കണം കേട്ടോ. നിങ്ങളോട് ഒരാൾ ഖുർആനിലും സുന്നത്തിലും വന്ന ദിക്റുകൾ കൊണ്ട് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ ഉണ്ടോ? അവളെന്താ? അവന് മന്ത്രിച്ചു കൊടുക്കണം എന്നുള്ളതാ. മന്ത്രിക്കാൻ ആവശ്യപ്പെട്ട മന്ത്രിച്ചു കൊടുക്കണം എന്നുള്ളതാ. ഇതിലെന്താ എഴുതിക്കണേ? രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ നീ പ്രാർത്ഥിക്കുക. ഇതിന്റെ പല പേജുകളിലും ഇതേപോലെ തന്നെ 54-ാമത്തെ പേജില് 54-ാമത്തെ പേജിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത്? 54-ാമത്തെ പേജില്. അതേപോലെ തന്നെ 54-ാമത്തെ പേജ് വായിച്ചു. ഇനി 48-ാമത്തെ പേജില് 48-ാമത്തെ പേജിൽ എന്താ അറിയോ? പിന്നെ കാസറ്റോ, കാസറ്റ് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ മറുപടി ആയിട്ട് പറയണേ. കാസറ്റോ CD പ്ലെയറുകളോ മറ്റോ ഉപയോഗിച്ച് ഖുർആൻ ഓതുന്നതോ മറ്റു പ്രാർത്ഥനകൾ നടത്തുന്നതോ രോഗശമന പ്രാർത്ഥനക്ക് പകരമാവുന്നില്ല. അവിടെ എന്താ അടുത്ത്? രോഗശമന പ്രാർത്ഥനക്ക് പകരമാവുന്നില്ല. എന്ത്? CD കേൾപ്പിച്ചു കൊടുക്കുക. പിന്നെ ജിന്ന് കൂടി ഒരാൾക്ക് CD കേൾപ്പിച്ചു കൊടുക്കുക, അയാളെ മന്ത്രിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ CD കേൾപ്പിച്ചു കൊടുക്കുന്നത് എന്തല്ല? ഖുർആൻ ഓതുന്നതോ മറ്റു പ്രാർത്ഥനകൾ നടത്തുന്നതോ രോഗശമന പ്രാർത്ഥനക്ക് പകരമാകുന്നില്ല. അപ്പൊ ഏതാണ്ട് ഈ പുസ്തകം ശരിക്കും എന്താ വെച്ചാല് കേരള ജമിയത്തുൽ ഉലമക്ക് ശരിക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പുസ്തകമാണ് ശരിക്കും ഇത്. ജമിയത്തുൽ ഉലമന്റെ ചരിത്രത്തിലില്ല ഇങ്ങനത്തെ ഒരു അബദ്ധങ്ങളുള്ള ഒരു പുസ്തകം. അത്രക്കും അബദ്ധങ്ങളാണ് ഈ പുസ്തകത്തിൽ. ഇത് മാത്രം ശരിക്കും നമ്മൾ അവലോകനം നടത്തേണ്ടിയിരുന്നുള്ള തോന്നുന്നത്. അത്രക്കും അബദ്ധങ്ങളുണ്ട്, തട്ടിപ്പുകളുണ്ട്, വെട്ടിപ്പുകളുണ്ട്, കഷ്ണം മുറിച്ചിട്ട്. ഇതിൽ കണ്ടോ? ഇതിന്റെ ചട്ട വായിച്ചാൽ തന്നെ ഒരാൾക്ക് മന്ത്രമല്ല എന്നുള്ളതാണ് തോന്നിയത്. ഫസ്റ്റ് ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് ഈ പുസ്തകം കയ്യിൽ കിട്ടി. ഈ ചൊട്ടയിലുണ്ടല്ലോ, ഈ ചൊട്ടയിലുള്ളത് വായിച്ചാല്, പുറംചട്ടയിലുള്ളത് വായിച്ചാല് കിട്ടെന്താ? ഇസ്ലാം മന്ത്രത്തെ എതിർക്കുന്നു എന്നുള്ളതാ. ആരതാ കൊടുത്തിരിക്കുന്നത്? ഷെയ്ഖ് മദ്ഹലിന്റെ ഒരു വാചക കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കിയാൽ ശരിക്കും മന്ത്രം തന്നെ ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാ കിട്ടുക. കട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടാണ്. അപ്പൊ എന്താണെങ്കിലും അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ദുആന്റെ നിർവചനവും റുഖിയന്റെ നിർവചനവും തമ്മിൽ വ്യത്യാസം നമ്മൾ പറഞ്ഞു. രണ്ട്, റുഖിയ എന്ത് ചെയ്യണം? ലൈവായിട്ട് നടത്തണം. എന്നാൽ ദുആ എന്ത് ചെയ്യാം? ഒരാള് ഹാജർ അല്ലെങ്കിലും ഒരാള് പ്രസന്റിൽ ഇല്ലെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ദുആ നടത്താം. ലജ്നത്ത് ദായിമയോട് ചോദ്യം ചോദിച്ചു, മുക്കബ്ബിറു സൗത്ത്,
ലൗഡ് സ്പീക്കറിലൂടെ അതേപോലെ തന്നെ ഫോണിലൂടെ റുഖിയ നടത്തുന്നതിന്റെ ഹുക്കം എന്താണ്? ആരുടെ ചോദ്യം? ലജ്നത്ത് ദായിമയോട്. ആരെ കൊടുത്ത മറുപടി എന്താ പറയും? റുഖിയ ലാ ബുദ്ദ അൻ തകൂന അലൽ മരീദ് മുബാശറ. എന്താ? രോഗിക്ക് നേർക്ക് നേരെ കൊടുക്കേണ്ടതാണ് റുഖിയ. വലാ തകൂന ബിവാസിതത്തി മുകബ്ബിർ സൗത്ത്, ലൗഡ് സ്പീക്കറിലൂടെ പറ്റൂല. വലാ ബിവാസിതത്തിൽ ഹാത്തിഫ്, ടെലിഫോണിലൂടെ പറ്റൂല. ലിഅന്ന ഹാദാ യുഖാലിഫു മാ ഫഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു റളിയല്ലാഹു അൻഹും വഅതിബാഉഹും ബിഇഹ്സാനിൻ ഫി റുഖിയ. ഇത് അല്ലാഹുവിന്റെ റസൂല് റുഖിയയിൽ സ്വീകരിച്ച നിലപാടിനെതിരാണ്, സ്വഹാബികൾ റുഖിയയിൽ സ്വീകരിച്ച നിലപാടിനെതിരാണ്, അതേപോലെ തന്നെ അവരെ പിൻപറ്റിയ ആളുകൾ റുഖിയയിൽ സ്വീകരിച്ച നിലപാടിനെതിരാണ്. എന്നിട്ട് ഹദീസ് എടുത്തു മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ലജ്നത്തുദായിമയുടെ ഫത്വ. എന്നാൽ ദുആ എന്ത് ചെയ്യാം? നടത്താം. അവൻ തന്നെ അതില് വ്യത്യാസം വരുന്നുണ്ട്. ഇനി അത് മാത്രല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകള് മന്ത്രത്തില് എന്ത് വരുന്നുണ്ട്? കേവലം ഒരു ദുആന്റെ പോലെയാണോ? അല്ല. നമ്മൾ ആ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചു. മന്ത്രിക്കുമ്പോ ശരീരത്തിൽ തടവല് വരുന്നു, വിശ്വാസം തടവി കൊടുത്തു. അതേപോലെ തന്നെ ഊത്ത് വരുന്നു. ഊത്ത് മാത്രല്ല, ബുഖാരിന്റെ ഫാത്തിഹ ഓതിക്കൊടുത്ത മന്ത്രിച്ചല്ലോ, അതിൽ നമ്മൾ വായിച്ചു. ആ ഓതിക്കൊടുത്ത സഹാബി ഹാരിജത്ത് സ്വൽത്തിന്റെ പിതൃവ്യൻ തുപ്പലം അല്ലെ, ഉമിനീര് ഒരുമിച്ച് കൂട്ടി തുപ്പിക്കൊണ്ടാണ്, ഉമിനീര് തെറിപ്പിച്ചുകൊണ്ട് അല്ലെ, ആ രൂപത്തിലാണ് അവിടെ മന്ത്രിച്ചു കൊടുത്തത്. അതേപോലെ തന്നെ ചില മന്ത്രങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ് ചേർത്തു, നമ്മൾ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ചൂണ്ടുവിരൽ അതില് എന്താണ് വായിലിട്ട് ഉമിനീരാക്കി മണ്ണിൽ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അബിലാസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു, വേദന ഉണ്ടെന്ന് പറഞ്ഞു വന്നപ്പോ വേദനയുള്ള ഭാഗത്ത് കൈ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അല്ലെ. എന്നിട്ട് 3 തവണ ബിസ്മില്ല, പിന്നെ 7 തവണ അത് ചെല്ലാൻ വേണ്ടി. അപ്പോ ഇതൊക്കെ എന്താണ്? മന്ത്രത്തിൽ വരുന്നതാണ്. ഇതൊന്നും ഇവർക്ക് അംഗീകരിക്കാനില്ല. കാരണം ഇതൊക്കെ ഖുറാഫത്താണ്. ഇതൊക്കെ പറഞ്ഞ ചിലപ്പോൾ സിൻഡിക്കേറ്റിൽ സീറ്റ് കിട്ടൂല. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? ഇതൊക്കെ ആണ്ട് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കാം. എന്നിട്ട് റുഖിയ എന്ന് പറഞ്ഞാല്, മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ചികിത്സ എന്നുള്ളത് ഇതിൽ പ്രയോഗിച്ചിട്ടല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഞാൻ കുറെ തെരഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തില് റുഖിയ എന്നുള്ളത് ഒരു ചികിത്സയാണ്. ഷിഫ എന്നുള്ളതിന് ഖുറാനിൽ കൊടുത്ത ആയത്തിന് നമ്മൾ തഫ്സീർ കൊടുത്തു. എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞ എന്താ? ഖുറാൻ കൊണ്ട് ഇലാജ്, ചികിത്സ എന്ന് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചികിത്സിക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി അമാനി മൗലവി തന്റെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതം എന്നുള്ള പുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചികിത്സ എന്നുള്ളത് തന്നെ പലതവണ അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതം എന്നുള്ള പുസ്തകത്തില്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാം. അതിൽ 1-2 വാചകങ്ങൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ മരുന്ന് കൊണ്ട് മാത്രം ചികിത്സിക്കും, ചിലപ്പോൾ ദിക്ർ, ദുആ, ഖുർആൻ എന്നിവ കൊണ്ട് ചികിത്സ നടത്തും. ഉണ്ടോ? അതൊക്കെ ചികിത്സ തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ദിക്ർ, ദുആ, ഖുർആൻ എന്നിവ മുഖേനയുള്ള ചികിത്സ കൊണ്ട് കാര്യമുണ്ടോ? ചികിത്സന് താ ഉപയോഗിക്കുന്ന ദിക്ർ, ദുആ, ഖുർആൻ, സുക്ത എന്നിവയുടെ അർത്ഥവും രോഗവും അവയും തമ്മിലുള്ള പൊരുത്തവും അറിഞ്ഞിരിക്കണം. മാത്രമല്ല അയാൾ ശുദ്ധനും ഭക്തനുമായിരിക്കുക കൂടി വേണം. എന്തെന്നാൽ പ്രാർത്ഥനയും ഭക്തിയുമാണ് ആ ചികിത്സയുടെ അടിസ്ഥാനം തന്നെ. അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സക്ക് ഉപയോഗിച്ച മരുന്നുകളും ഉരുവിട്ട വാക്യങ്ങളുമാണ് ആദ്യം പഠിക്കേണ്ടത്. കണ്ടോ? എങ്കിൽ പിന്നെ സിഹിറിന്റെ ഗ്രന്ഥക്കെട്ടുകൾ പേറി നടക്കേണ്ടതില്ല. ഇതൊക്കെ ഇസ്ലാമിക ജീവിതം എന്നുള്ള പുസ്തകത്തിൽ അമാനി മൗലവി രചിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചികിത്സയാണ് എന്നുള്ളത് ഇവർക്ക് അംഗീകരിക്കാൻ മടിയാണ്. എന്നിട്ട് ഇവരിതിനെ പരിഹസിക്കാണ്. ഖുർആൻ തെറാപ്പി, ഹദീസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകളെയും ഹദീസുകളെയും പരിഹസിക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഈ റുഖിയയുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഈ ഹദീസ് നിഷേധികളാണ്, ഈ പ്രമാണ നിഷേധികളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? റുഖിയനെ കേവലം ഒരു രോഗശമന പ്രാർത്ഥനയിൽ ഒതുക്കാൻ താല്പര്യപ്പെടുന്നു. മാത്രല്ല, ഒരാൾ നമുക്ക് ദുആ ചെയ്യാന്നുള്ളത് പറഞ്ഞു. നമുക്ക് ദുആ ചെയ്താല് അതിന് വല്ല പ്രതിഫലം വാങ്ങാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ ആൾക്ക് റുഖിയ നടത്തി കൊടുത്താലോ? വേണമെങ്കിൽ പ്രതിഫലം വാങ്ങൽ ജായിസാണ്. പ്രതിഫലം വാങ്ങാം. ഖുറാഫികൾ ചെയ്യുന്ന റുഖിയല്ല, അത് ശിർക്കാണ്. അത് മൊത്തം ടോട്ടലി പ്രശ്നം. എന്നാൽ ദുആ ചെയ്തു കൊടുത്താലോ? അത് നമുക്ക് വാങ്ങാൻ പറ്റില്ല.
എന്നാൽ ഒരാൾ റുഖിയ നടത്തിയാൽ നമ്മൾ 2 ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഉദ്ധരിച്ചു, ഫാത്തിഹ ഓതിയിട്ട് കൂലി വാങ്ങി എന്നുള്ളത്. എന്നാൽ അത് ദുആയിൽ വരുന്നുണ്ടോ? അപ്പൊ എന്താണ് റുഖിയ? അത് റുഖിയ തന്നെയാണ്. അതിനെ ദുആക്കാനും മെനക്കെട്ടിട്ട് എന്തില്ല, ഒരു കാര്യമല്ല. ഇനി മാത്രമല്ല വേറൊരു വ്യത്യാസം എന്താ, ഈ റുഖിയയുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ പണ്ഡിതന്മാർ അധികം കൊടുത്തിട്ടുള്ളത് ഇല്ല തിബിന്റെ അധ്യായത്തിലായിരിക്കും. എന്നാൽ മറ്റേതോ അത് ദുആ മൊത്തത്തിൽ അങ്ങനെയുള്ള ദിക്റുകൾ ദുആകൾ വരുന്ന അധ്യായത്തിലായിരിക്കും. ഈ ചികിത്സ ഫാത്തിഹ ഓതി ചികിത്സത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചത്, തേള് കുത്തിയപ്പോ ഇങ്ങനെ പലതും നമ്മൾ പറഞ്ഞല്ലോ. ഞങ്ങൾ മന്ത്രിച്ചു കൊടുക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചത്, മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടത്, കണ്ണേർന്ന് മന്ത്രിച്ചത്, ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ എന്തിനാ? കിതാബ് തിബ്ബില. എന്താ തിബ്ബ് എന്ന് പറഞ്ഞ അല്ലെ? അതാണ് അതിന്റെ ചികിത്സയാണത്. അപ്പോ ഇതിനെന്ത് ചെയ്യണം? ഈ ആളുകള് ഈ ഹദീസുകൾ അംഗീകരിക്കാൻ ഇവർക്ക് എന്തില്ല, അവരുടെ ബുദ്ധി സംഭവിക്കണില്ല. അപ്പോ ഇതിനെ മൊത്തത്തിൽ അത് നിഷേധിച്ചിട്ട് എന്ത് പറയാ, റുഖിയ എന്ന് പറഞ്ഞ രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ അത് യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനമാണ് എന്നുള്ളതാണ്. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ, റുഖിയ നിരോധിച്ചിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥന ദുആ നിരോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റുഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രം വിരോധിച്ചു, ഹറാമാക്കി. എന്നാൽ രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്തെങ്കിലും ഹറാമാക്കിക്കണോ? ഇല്ല. പിന്നെ എങ്ങനെ ഇത് രണ്ടും ഒന്നാണെന്ന് പറയാം? അപ്പൊ ആ വാദത്തിന് ഒരടിസ്ഥാനവുമില്ലാത്ത ദുർബലമായ വാദമാണ്. അവരെ വ്യക്തിക്ക് പറ്റൂല, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. അടുത്ത ചോദ്യം, ജിന്നുബാധ തിരിച്ചറിയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തല്ലേ? അപ്പോ ഇന്ന് റുഖിയ നടത്തുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അതായത് ജിന്നുബാധ, ജിന്ന് കൂടിയിട്ടുണ്ടോ, മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കൂടിയിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് ഇവരെ മാസ്റ്റർ പീസ് വാദമാണ്. ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കൂടിയിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് വഹിയുള്ള നബിക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളത്. വേറെ ആർക്കും അതറിയാം. ഇതെന്തിനാണ് ഇവര് കൊണ്ടുവരുന്നവരോ? ഇത് ശരിക്കൊരു വളവാണ്. നമുക്കിത് ആദ്യം ഇത് പലർക്കും ഇത് തിരിഞ്ഞിരുന്നില്ല, നമുക്കൊന്നും തിരിഞ്ഞിരുന്നില്ല. എന്ത്, ഒരാൾക്ക് ജിന്ന് ബാധയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് സിഹറാണ് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് വഹിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ജിന്ന് ബാധിക്കും, സിഹറ് ബാധിക്കും, പക്ഷെ നമുക്ക് മന്ത്രിക്കാൻ പറ്റൂല. കാരണം എന്താ? നമുക്ക് ജിന്നാണോ എന്നുള്ളത് അറിയില്ലല്ലോ. ജിന്ന് കൂടിയതാണെന്നുള്ളത് നബിക്ക് മാത്രമുള്ളത് അറിയാം. പിന്നെ മന്ത്രിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ മന്ത്രം യഥാർത്ഥത്തില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മന്ത്രത്തെ രോഗശമന പ്രാർത്ഥന ആക്കിയതുപോലുള്ള ചെറിയൊരു കളിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ജിന്ന് ബാധ അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് യഥാർത്ഥത്തില് പുത്തൻ വാദമാണ്. ലോകത്ത് ഒരൊറ്റ സലഫി പണ്ഡിതനത് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഉദ്ധരിക്കും. ഇത് മേഡബൈ അബ്ദുറഹ്മാൻ സലഫിയാണ്. ഏത്? ജിന്ന് ബാധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ എന്നുള്ളത് ലോകത്ത് ഏത് സലഫി പണ്ഡിതനാ പറഞ്ഞിട്ടുണ്ട്? ഒരൊറ്റ സലഫി പണ്ഡിതനെ പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അതിനെ മന്ത്രിച്ചു കൊടുക്കണ്ട. സംഗതി വളരെ എളുപ്പമാണ്. എന്താണ് തന്ത്രം ആലോചിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു പുത്തൻ വാദമാണ്. ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരെ ആരുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതിലൊന്നും ഈ ഒരു പുത്തൻ വാദം നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെതിരായിട്ടുള്ള തെളിവുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിഷയം ഉണ്ടായല്ലോ കേരളത്തിൽ ഈ വിഷയം ഉണ്ടായ സന്ദർഭത്തില് നമ്മളത് എഴുതി ചോദിച്ചു ഷെയ്ഖ് ഫറാഖിനോട്. ഇങ്ങനെ ഒരു വാദം ഉണ്ടല്ലോ, ആ വാദത്തെ കുറിച്ചാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? ഖൗലുൻ മുഹ്ദസ്. ഈ വാദം എന്താണ്? പുത്തൻ വാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ആ ജിന്നുബാധ തിരിച്ചറിയൂ എന്നുള്ളത് പുത്തൻ വാദമാണ് എന്നാ പറഞ്ഞത്. ഇനി ചില തെളിവുകളിലേക്ക് നമ്മൾ വരിക. ഒന്ന്, അറിയാൻ പറ്റൂല്ലേ എന്നുള്ളതല്ലേ.
അതിന്റെ ഒന്നാമത്തെ തെളിവ് എന്താ? ഒന്നാമത്തെ തെളിവ് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്, പ്രഗത്ഭനാണ്. അദ്ദേഹം ഈ സംബന്ധമായിട്ടുള്ള പല ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലൊരിക്കൽ ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ശൈത്വാൻ ഖദ് ഹാല ബൈനി വബൈന സ്വലാത്തി വഖിറാഅത്തി യൽബിസുഹാ അലയ്യ. എന്താ പറഞ്ഞത് അറിയോ? ശൈത്താൻ വന്നിട്ട് എന്റെ നിസ്കാരത്തിന്റെ ഖിറാഅത്ത് തെൽബീസാക്കുന്നുണ്ട്. വേറെ ഹദീസിൽ വന്നിട്ടുള്ളത് എന്താണ് വിശ്വാസം ഉണ്ടാക്കാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാത്തൊരവസ്ഥ. ഈ റിവായത്തിലുള്ളത് എന്താ? ശൈത്താന് എന്റെയും എന്റെ നിസ്കാരത്തിലുള്ള ഖിറാഅത്തിന്റെയും ഇടയ്ക്ക് ഇൽത്തിവാസ് ഉണ്ടാക്കുന്നു. ആ ഇൽത്തിവാസ് ഉണ്ടാക്കുന്നത് ശൈത്താനാണെന്ന് ആരാ ഉസ്മാൻ ബിൻ അബിലാസിന് പറഞ്ഞെടുത്ത്? വസ്വാസ് പല കോലത്തിലുണ്ടാകാലോ. മനുഷ്യരുള്ള ശൈത്താന്മാർ വസ്വാസം ഉണ്ടാക്കുമല്ലോ. വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ വസ്വാസം ഉണ്ടാക്കുമല്ലോ. പക്ഷെ ഈ ഹദീസിൽ ഉസ്മാൻ ബിൻ അബിലാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണേ, നബി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതല്ല. അദ്ദേഹം പറയുന്നത്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, ഇന്ന ശൈത്വാന, തീർച്ചയായും ശൈത്താൻ ഹാല ബൈനി, എനിക്കിടയിൽ മറയിടുന്നു, വബൈന സ്വലാത്തി, എന്റെ നിസ്കാരത്തിന്റെയും ഇടക്ക്, വ ഖിറാഅത്തി, എന്റെ ഖിറാഅത്തിന്റെയും ഇടക്ക്, യൽബിസുഹാ അലയ്യ, എനിക്ക് തെൽബീസ് ഉണ്ടാകുന്നു. ശൈത്താനാണ് ചെയ്യണതെന്ന്. അതെങ്ങനെ ഉസ്മാൻ ബിൻ അബിലാസിന് മനസ്സിലായത്? ഉസ്മാൻ ബിൻ അബിലാസിന് മുഅ്ജിസത്തുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ലക്ഷണങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കോ നിങ്ങൾക്കോ ചിലപ്പോൾ തിരിഞ്ഞോളണമെന്നില്ല. എന്നിട്ട് ആ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശൈത്വാൻ, അത് ശൈത്താനാണ്. യുഖാലു ലഹു ഖൻസബ്, ആ ശൈത്താന്റെ പേരും പറഞ്ഞെടുത്തു. എന്താണ്? ഖൻസബ് എന്ന ശൈത്താനാണത്. എന്നിട്ട് അതിന്റെ പ്രതിവിധി പറഞ്ഞെടുത്തു. വേറെ ഒരു റിവായത്തില് ഉള്ളത് എന്താ വെച്ചാല്, പിന്നെ ഉസ്മാൻ ബിൻ അബിലാസിന്റെ തന്നെ സംഭവത്തില് പിന്നെ വേറെ റിവായത്ത്, പിന്നെ പല റിവായത്തുകൾ അതിൽ വന്നിട്ടുണ്ട്. നമ്മള് സമയത്തിന്റെ കുറവ് മൂലം അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോ പിന്നെ ഒന്ന് എന്താണ്, ലഭിച്ച മുഅ്ജിസത്തില്ലാത്ത ആളുകൾക്കും എന്താണ് ലക്ഷണങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ആ ബാധിച്ചത് ജിന്നാണ്, അല്ലെങ്കിൽ ആ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയത് ജിന്നാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണെന്ത്? ഉസ്മാൻ ബിൻ അബിൽ ആസിന്റെ സംഭവം. ഇനി രണ്ടാമതൊരു തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്ന സംഭവം വളരെ പ്രസിദ്ധമാണ്. ആ സ്ത്രീ വന്നിട്ട് 60 ആ ഹദീസുകളിൽ കാണാം. പിന്നെ മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത്വായിനോട് പറയണത്, അത്വായ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. അപ്പൊ അത്വാ പറഞ്ഞു, ബല. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞെടുത്തു, ഹാദിഹിൽ മർഅത്തു സൗദാ, ആരാണ്? ദാ ഈ കറുത്ത സ്ത്രീയാണ്. കറുത്ത സ്ത്രീനെ പറ്റി പറഞ്ഞെടുത്തു. ആ കറുത്ത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഫഖാലത്ത് ഇന്നി അസ്റഉ വഇന്നി അതകശഫു ഫദ്ഉല്ലാഹ ലി. എന്നിട്ട് എന്ത് പറഞ്ഞു? എനിക്ക് ബാധ ഉണ്ടാകാറുണ്ട്. ബാധ ഉണ്ടാകുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങും, എന്റെ നഗ്നത വെളിപ്പെടാറുണ്ട്, അതുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് അതുകൊണ്ട് സ്വർഗം കിട്ടും. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എങ്കിൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷെ എന്ത് ചെയ്യണം? എനിക്ക് ബാധ ഉണ്ടാകുമ്പോ ഞാൻ മറിഞ്ഞു വീഴുമ്പോ എന്റെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോകുമ്പോ നഗ്നത വെളിപ്പെടുന്നുണ്ട്, അതില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്തു. ഈ സംഭവം സ്വഹീഹുൽ ബുഖാരി ധരിച്ചിട്ടുണ്ട്. ഇനി ഇതില് നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെടുന്നത് എന്താ വെച്ചാല്, ഇതിന്റെ വേറൊരു റിവായത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സ്ത്രീ ഇങ്ങനെ വന്ന് പറഞ്ഞു, എനിക്ക് ബാധ ഉണ്ടാകുന്നുണ്ട്, എനിക്കിങ്ങനെ ഞാൻ മറിഞ്ഞു വീഴുന്നുണ്ട്, അപസ്മാരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വന്ന് പറഞ്ഞു. ഇതിന്റെ വേറെ റിവായത്ത് ഫത്ഹുൽ ബാരിയില് ഇബ്നു ഹജർ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ പേര് ഉമ്മു സുഫർ എന്നായിരുന്നു എന്നും
അതേപോലെ തന്നെ ആ സ്ത്രീ പറഞ്ഞ ആ റിവായത്തില് ബസ്സാറിന്റെ റിവായത്തിൽ വന്നിട്ടുള്ളത് ഇന്നി അഖാഫുൽ ഖബീസ അൻ യുജദ്ദിദനി എന്നാണ് ബസ്സാറിന്റെ റിവായത്തിൽ വന്നിട്ടുള്ളത്. ആ റിവായത്ത് ആരെടുത്തു കൊടുക്കുകയാണ്? ഇബ്നു ഹജർ എടുത്തു കൊടുക്കുകയാണ് ഈ ഹദീസില്. അപ്പൊ ഈ ഹദീസിൽ നമുക്കുള്ള തെളിവെന്താ? ഈ സ്ത്രീ ഉമ്മു സുഫർ എന്ന സ്ത്രീ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്നാണല്ലോ. എന്താ പറഞ്ഞത്? ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അൽ ഖബീസ, ഖബീസിനെ ഭയപ്പെടുന്നു. ആരാ ഖബീസ്? ശൈത്താനാണ്. എന്ത്? അയ്യുജദ്ദിദനി, എന്നെ നഗ്നയാക്കുമെന്ന്. അപ്പൊ ശൈത്താൻ, പിശാച്ച് എന്നെ നഗ്നയാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ പിശാച്ചാണ് അതിന് കാരണം എന്നുള്ളത് എങ്ങനെ ഉമ്മു സുഫർ മനസ്സിലാക്കിയത്? ഉമ്മു സുഫറിന് വഹി ഉണ്ടായിരുന്നു. അവിടെ രണ്ട് വിഷയങ്ങളാണ് മനസ്സിലാക്കണ്ടേ. ഒന്നെന്താ വെച്ചാല് ഇവര് നടത്തുന്ന ചെറിയ തട്ടിപ്പ് എന്താ വെച്ചാല് നമുക്ക് തീർത്തും ഉറപ്പിച്ചു പറയാൻ പറ്റൂല. എന്ത്? ഇത് ഷെയ്ത്താൻ തന്നെയാണ് ഈ അപസ്മാരം, ഇത് ഷെയ്ത്താൻ തന്നെയാണ് ഈ പെണ്ണ്, ഈ സ്ത്രീയിലുള്ളത് അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ളത് ഉറപ്പിച്ച് തീർത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ, പല സന്ദർഭങ്ങളിലും ചെയ്തതുപോലെ ആ സ്ഥാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അതേപോലെ തീർത്തും ഉറപ്പിച്ചു പറയാന് വഹി വേണം. പക്ഷെ അതിന്റെ അടിസ്ഥാനം എന്താ? ജിന്ന് ബാധിച്ചത് വേറൊരാൾക്കും തിരിച്ചറിയില്ല എന്നുള്ളതാണോ? അല്ല, അതിനെതിരാണ് ഈ സംഭവങ്ങൾ. അതുകൊണ്ടാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി പറഞ്ഞത്. ഞാനത് എഴുതി വെച്ചിരുന്നത് എവിടെ എന്നുള്ളത് കാണാനല്ല. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ എന്താ അറിയോ? എങ്ങനെ ഇത് അറിയാൻ പറ്റും? ഇയാൾക്ക് സിഹർ ബാധിച്ചതാണോ, പിന്നെ മസ്സാണോ, ജിന്നുബാധയാണോ? ഷെയ്ഖ് അൽബാനി പറയുന്നത് നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾ നിരന്തരമായിട്ട് കൊടുത്തു, പല തവണ അത് കൊടുത്തു, അതുകൊണ്ട് സുഖപ്പെട്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് മനസ്സിലാക്കാം എന്ത്? ഈ രോഗം, ഈ അപസ്മാരം, ഈ ഭ്രാന്ത് അത് ശൈത്താൻ ഉണ്ടാക്കുന്നതാണ് എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂജിസത്താണ്. അപ്പൊ റുഖ്യ നടത്തലും ആർക്ക്? ജിന്നിനെ ഇറക്കാനുള്ള റുഖ്യ നടത്തേണ്ടത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണം നബിക്കകത്ത് ജിന്നാണെന്നുള്ളത് അറിയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തില് ഇതൊക്കെ ഷെയ്ഖ് അൽബാനി ഇത് പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് ഹദീസുകള് ഈ വിഷയത്തിൽ നമ്മൾ ഉദ്ധരിച്ചു. ഇനി വേറെ ഹദീസ് ഏത്? ഇവര് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ മുഅ്ജിസത്താണ് ഒരു യഅല ഇബ്നു മുറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു കുട്ടിയെ കാണിച്ച സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുട്ടിയെ കാണിച്ചെടുത്തു. മൂന്ന് പിന്നെ അത്ഭുത സംഭവങ്ങൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ മൂന്ന് പ്രധാനപ്പെട്ട മുഅ്ജിസത്തുകൾ വിശദീകരിക്കണം. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസർജിക്കാനായ സമയത്ത് എന്ത് ചെയ്തു? രണ്ട് വൃക്ഷങ്ങൾ അകലത്തായിരുന്നു. ആ രണ്ട് വൃക്ഷങ്ങൾ എന്തായി? കൂടി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മറയായി നിന്നു. അതാണ് ഒരു സംഭവം. പിന്നെ ആ മരങ്ങൾ വീണ്ടും അവരുടെ സ്ഥാനത്തേക്ക് പോയി, തിരിച്ചുപോയി. പിന്നെ വേറൊന്ന്, ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കണ്ടപ്പോ കരഞ്ഞു. ആ ഒട്ടകത്ത് യജമാനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തു. മൂന്നാമത്തെ ഒരു സംഭവമാണ് എന്ത്? ഭ്രാന്തുള്ള ഒരു കുട്ടി. ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ എന്ത് ചെയ്തു? ഉഖ്റുജ അദുവല്ലാ എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ ജിന്നിനെ പുറത്താക്കിയ സംഭവം. എന്നിട്ട് ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ഇവര് പറയണത് എന്താ വെച്ചാൽ നോക്കിക്കോളെ, ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നത് പൂർവികർ മനസ്സിലാക്കിയ പോലെ ഈ ഹദീസുകൾ മനസ്സിലാക്കുന്ന ആർക്കും അവ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളാണെന്ന് കാണാൻ പ്രയാസമല്ല. അപ്പൊ ഇതിൽ എന്താ ശരിക്കും മുഅ്ജിസത്ത്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുഖ്യ നടത്തി എന്നുള്ളത് മുഅ്ജിസത്താണോ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചു എന്നുള്ളത് മുഅ്ജിസത്താണോ? അല്ലല്ലോ. പിന്നെയാണ് മുഅ്ജിസത്ത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെട്ടെന്ന് അത് നടന്നു. അതാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് റുഖ്യ നടത്തുക, പിന്നെ ശരീരത്തിലേക്ക് പിന്നെ കൂടിയിട്ടുള്ള ജിന്നിനെ ഇറക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായിട്ട് ആരും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ജിന്നിനെ ഇറക്കുക എന്നുള്ളതും. ഇനി സ്വഹാബികൾ അങ്ങനെ ജിന്നിനെ ഇറക്കിയതായിട്ട് ഹദീസിൽ വന്നിട്ടില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഉദ്ധരിച്ചാലോ. ഭ്രാന്തുള്ള ഒരാളെ ചികിത്സിച്ചിട്ട് അയാളുടെ ഭ്രാന്ത് സുഖപ്പെടുത്തിയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചില്ലേ? ആ ഹദീസ് നമ്മൾ വായിച്ചില്ലേ? തൊട്ട് മുമ്പുള്ള ക്ലാസ്സില്. ഏത്? സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊടുത്തു.
പിന്നെ ഹാരിജത്ത് ബിൻ അബീ സൽത്തിന്റെ സംഭവം, ഹാരിജത്ത് സൽത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സദസ്സിൽ പോയിട്ട് തിരിച്ചു പോരുന്ന ആ സംഭവം, അവര് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തില് ഭ്രാന്തനുണ്ട്, അറബി ഗോത്രങ്ങളുടെ അരികിലൂടെ നടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ അവര് പറഞ്ഞ കാര്യങ്ങള് പിന്നെ ഭ്രാന്തനുണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും മന്ത്രിക്കോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫഖറഅതു അലൈഹി ഫാത്തിഹത്തൽ കിതാബ്, ഹാരിജത്ത് ബിൻ സൽത്തിന്റെ പിതൃവ്യം പറയുന്നു, ഞാൻ ആ ഭ്രാന്തുള്ളവന് ഫാത്തിഹത്തുൽ കിതാബ് ഓതിക്കൊടുത്തു. സലാസത്ത അയ്യാമിൻ, 3 ദിവസം, ഖദ്വത്തൻ വാശിക, രാവിലെയും വൈകുന്നേരവും. അങ്ങനെ 3 ദിവസം അത് ഓതിക്കൊടുത്തു. അങ്ങനെ ഉമിനീരൊക്കെ കൂട്ടി പാറ്റി തുപ്പിയിട്ടാണ് ഞാൻ ഊതിയത്. അങ്ങനെ 3 ദിവസം അത് ഊതിക്കൊടുത്തോടുകൂടി ഫകഅന്നമാ നശത മിൻ ഇഖാലിൻ, അയാൾ ഒരു കെട്ടിൽ നിന്ന് എണീറ്റ് പോകുന്നത് പോലെ, അങ്ങനെ ഒരു രോഗം തന്നെ ഇല്ലാത്തതുപോലെ അയാൾ എന്തായി, അയാള് എണീറ്റ് പോയി. അപ്പോ ഇവിടെ ഈ ജിന്നിനെ പുറത്താക്കിയത് സഹാബിയല്ലേ, മന്ത്രിച്ചു കൊടുത്തത് സഹാബിയല്ലേ. അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനിക്കാണ്. ഇനി ഇവര് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാല്, പണ്ഡിതന്മാരൊക്കെ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്തിന്റെ കിതാബിലാണ്? മുഇസത്തിന്റെ ബാബിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് നബിക്ക് മാത്രം ഖാസാണെന്നുള്ളത് പറയാൻ പറ്റുമോ? അത് പറ്റൂല. അത് യഥാർത്ഥത്തിൽ അബദ്ധാണ്. മുഅ്ജിസത്തിന്റെ ബാബിലാണ് അല്ലെങ്കിൽ ദലായിലുൻ നുബുവത്തിന്റെ അധ്യായത്തിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് എന്ന് അതിന്റെ അർത്ഥം നബിക്ക് മാത്രം ഖാസാണെന്ന തല തിരിഞ്ഞ വർത്താനാണ് നോക്കിയത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞല്ലേ, കന്നുകാലികളൊക്കെ നശിച്ചിരിക്കുന്നു, ഒക്കെ ഉണങ്ങിപ്പോയിരിക്കുന്നു, മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഉടനെ ആ സ്പോട്ടിൽ മഴ കിട്ടി. ഉടനെ പിന്നെ ഒന്ന് ആകെ ഒക്കെ മഴ അധികമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, മഴ നിന്നുപോയി. അത് ഉദ്ധരിച്ചിരിക്കുന്നത് മുഇസത്തിന്റെ ബാബുകളിലാണ്, ദലായിലുൻ നുബുവയുടെ അധ്യായങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്ത അവർക്ക് ചെയ്യാൻ പറ്റൂല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, രോഗം പെട്ടെന്ന് സുഖമായത്, ഇങ്ങനെയുള്ള അധ്യായങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള പണ്ഡിതന്മാര്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാ? അത് യഥാർത്ഥത്തിൽ അബദ്ധാണത്. അത് മാത്രം നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. ശരിക്കും ഇവരുടെ ഈ വാദത്തിന്റെ അടിസ്ഥാനം തന്നെ പൊള്ളയാണ്. അപ്പോ ആ ഹദീസിന്റെ വേറെ റിവായത്തിൽ കാണാം, എന്താ അറിയാം, ആ സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന ബിനി ഹാദാ ബിഹി ലമമുൻ, എന്റെ ഈ കുട്ടിക്ക് ലമമുണ്ട്. മുൻദു 7 സിനീൻ, 7 കൊല്ലമായി ഈ ലമമ് തുടങ്ങിയിട്ട്. എന്താ ലമമ് എന്ന് പറഞ്ഞാ? പിശാചിന്റെ ബാധ ഉണ്ടെന്ന്. 7 കൊല്ലായി തുടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും 2 തവണ ഈ ബാധ പിടികൂടും. ഇവിടെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്താ, ഈ സ്ത്രീക്ക് എങ്ങനെ തിരിച്ചറിഞ്ഞു പിശാച്ച് ബാധയാണെന്നുള്ളത്? അപ്പൊ ഈ റിവായത്തിലുള്ള എന്താ, ഇന്ന ബിനി ഹാദാ ബിഹി ലമമുൻ, 7 കൊല്ലത്തോളമായിട്ട് എന്റെ കുട്ടിക്ക് എന്തുണ്ട്? ലമമുണ്ട്, ഈ ബാധ ഉണ്ട്. അപ്പൊ ഈ ബാധ അത് പിശാച്ച് ബാധയാണ് എന്നുള്ളത് ഈ സ്ത്രീ എങ്ങനെ മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുജിത്തുള്ള നബിക്കല്ലാതെ അറിയാൻ കഴിയില്ല എന്നുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മന്ത്രിച്ചു കൊടുക്കാം, ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇത് മാത്രല്ല, ഇതിന്റെ വേറെ റിവായത്ത് വന്നിട്ടുള്ളത് എന്താ വെച്ചാല്, ആ റിവായത്തിൽ കാണുന്നത് ആ സ്ത്രീ വന്നു എന്നിട്ട് പറഞ്ഞു, ഇന്ന ബിനി ഹാദാ, എന്റെ ഈ കുട്ടി യഖുദുഹു ശൈത്താൻ, ഷെയ്ത്താൻ ഈ കുട്ടിയെ പിടികൂടുന്നു. കുല്ല യൗമിൻ, ഓരോ ദിവസവും, 3 മറാത്തിൻ, 3 തവണ. അതെന്താ പറഞ്ഞേ? ഷെയ്ത്താൻ പിടികൂടുന്നു തന്നെ. അതെങ്ങനെ ആ സ്ത്രീക്ക് മനസ്സിലായി? ഇതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. വിശപ്പ് കാരണത്താൽ ഞാൻ എന്ത് ചെയ്യലുണ്ട്, മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന്റെയും അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെയും ഇടക്ക് വിശപ്പ് കാരണത്താൽ ഞാൻ മറിഞ്ഞു വീണ് കിടക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെയും ആയിഷ ബീവിന്റെ വീടിന്റെയും ഇടക്ക്. ഫയജീഉൽ ജാഇ ഫയദഉ റിജ്ലഹു അലാ ഉൻകി, വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? എന്റെ പെരടിയില് കാല് വെക്കും. യറാ അന്നബി ജുനൂൻ, അവരൊക്കെ വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് ഭ്രാന്താണെന്നുള്ളതാണ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭ്രാന്താണ് എന്നുള്ളതാണ് അവര് വിചാരിച്ചിരുന്നത്. അതെങ്ങനെ അവർക്ക് മനസ്സിലാവുന്നത്?
എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നത് വമാബി ജുനൂനും വമാഹുവ ഇല്ലൽ ജുഅ. യഥാർത്ഥത്തിൽ എനിക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തായിരുന്നു, വിശന്നിട്ട് പട്ടിണി കിടന്നിട്ട് ഞാൻ കുഴഞ്ഞിട്ട് വീണു പോകലായിരുന്നു. പക്ഷെ എന്റെ കിടത്തം കണ്ടാൽ ആ രൂപത്തിലായിരുന്നു, ഭ്രാന്ത് ബാധിച്ചിട്ട് കിടക്കുന്നത് പോലെ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് ഇമാം അദ്ദഹബി പറഞ്ഞു, കാന യളുന്നുഹു മൻ യറാഹു മസ്റൂഅ. അബൂ ഹുറൈറനെ കാണുന്ന ആളെന്ത് വിചാരിക്കും, മസ്റൂ ആണ്, ജിന്ന് പിശാച്ച് ബാധിച്ചിട്ട് ജിന്ന് ബാധിച്ച ഒരാളെ പോലെ, ജിന്ന് ബാധിച്ചിട്ട് മറിഞ്ഞു കിടക്കാ തോന്നും. ഫയജ്ലിസു ഫൗഖഹു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മുകളിൽ കയറിയിരിക്കും. എന്തിന്, ലിയർഖിഹി, മന്ത്രിച്ചു കൊടുക്കാൻ. ഈ ഹദീസിനൊക്കെ ഒന്ന് അനസ് പബ്ലിക്കില് പരിഹസിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മന്ത്രവാദത്തിന്റെ പേരിൽ ബുഖാരിനെ പോലും കുതിര കയറുകയാണ് മന്ത്രവാദത്തിന്റെ പേരിൽ. അപ്പൊ ഈ സംഭവം ആര് ഉദ്ധരിച്ചിട്ടുണ്ട്? ഈ സംഭവം പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഈ സംഭവം. ഇത് പിന്നെ അതേപോലെ തന്നെ ബുഖാരിയില് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഹദീസിനാണ് ബുഖാരിയിൽ ഏതാണ്ട് 7324 ഹദീസ്. അത് 7324 ഹദീസ്. പക്ഷെ ഇതിനെ പരീക്ഷിക്കാണ്, മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞിട്ട് ബുഖാരിത്തെ ഹദീസിനെ പരീക്ഷിക്കുക ആ സ്റ്റേജിൽ വെച്ചിട്ട്. ഇത് ഹദീസാണ്. ഇതിന് ദഹബി കൊടുത്ത വ്യാഖ്യാനാ പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു കിടക്കുന്നത് കാണുമ്പോ പിശാച് ബാധ ഏറ്റിട്ട് മറിഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുന്നുള്ളതാ. അപ്പൊ സഹാബികൾക്ക് അത് മനസ്സിലായിരുന്നു, എന്ത് ബാധ, പിശാച് ബാധിച്ചത് മനസ്സിലായിരുന്നു എന്നുള്ളതിനാ ഞാൻ ഈ സംഭവം ധരിച്ച്. സഹാബികൾക്ക് മുൻജത്തുണ്ടായിരുന്നു. അപ്പോ നമുക്ക് മൊത്തത്തില് ഇത്തരത്തിലുള്ള ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ? മൊത്തത്തിൽ മനസ്സിലാകുന്നത് അടയാളങ്ങളിലൂടെ, ലക്ഷണങ്ങളിലൂടെ. അതാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞത്. അതിൻ്റെതായ ആളുകൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. അത് മുഅ്ജിസത്തുള്ള നബിക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റൂ എന്നുള്ളത് തീർത്തും അത് തെറ്റായ വാദം. പത്ര ഹദീസുകൾ നമ്മൾ ഉദ്ധരിച്ചു. ഇനി ഇത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെ ഉണ്ടല്ലോ, സൂറത്തുൽ ബഖറയിലെ 275 ആയത്ത്. എന്താണ് ആയത്തിൽ പറഞ്ഞത്? പലിശ തിന്നുന്ന ആളുകളെ പറ്റി പറഞ്ഞല്ലോ. നാളെ പരലോകത്ത് അവർ ഖബറിൽ നിന്ന് എണീറ്റ് വരുന്ന, പരലോകത്ത് അവർ വരുന്ന ആ രംഗത്തെ കുറിച്ച് പറഞ്ഞു. അല്ലദീന യഅ്കുലൂന റിബ, പലിശ തിന്ന ആൾക്കാര്, ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കുകയില്ല, ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി, ശൈത്താന്റെ ബാധ കൊണ്ട് മറിഞ്ഞു വീണ ആളുകൾ എണീറ്റ് വരുന്നത് പോലെ ആയിരിക്കും പലിശ തിന്ന, ദുനിയാവിൽ പലിശ തിന്ന ആൾക്കാർ നാളെ പരലോകത്ത് വരിക. അപ്പൊ എന്താ പറഞ്ഞ്? ശൈത്താൻ ബാധ ഏറ്റ ആള് മറിഞ്ഞ് വീഴുന്നത് പോലെ. അപ്പൊ അത് സ്വഹാബികൾക്ക് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് അറിയാൻ സാധ്യമില്ലെങ്കിൽ, ഇങ്ങനെ ഒരു ഉദാഹരണത്തിന് എന്ത് പ്രസക്തിയാ? പലിശ തിന്നുന്ന ആൾക്കാരത് ഉപമിക്കുകയാണല്ലോ. അപ്പൊ ആ ഉപമ മനസ്സിലാകണ്ടേ? എന്തിനോടാ ഉപമിക്കുന്നത്? പലിശ തിന്നുന്ന ആളുകൾ നാളെ പരലോകത്ത് വരും. എങ്ങനെ വരും? ശൈത്താൻ ബാധിച്ച ആളുകൾ എണീറ്റ് വരുന്നത് പോലെ. അപ്പൊ ശൈത്താൻ ബാധ നബിക്ക്, മുഅ്ജിസത്തുള്ള നബിക്ക് മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഉദാഹരണത്തിന് എന്ത് പ്രസക്തി? കഅന്നമാ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി എന്നാ പറഞ്ഞത്. അപ്പൊ അത് തിരിച്ചറിയാൻ പറ്റണമല്ലോ. അല്ലെങ്കിൽ ഈ ഉദാഹരണത്തിന് എന്താ ഒരർത്ഥമില്ലാത്ത ഉദാഹരണമായി പോലെ. കാരണം ജിന്നുബാധ എന്നുള്ളത് നബിക്ക് മാത്രമല്ല അറിയാൻ പറ്റൂല, നമുക്ക് എങ്ങനെ അറിയണം? അപ്പൊ യഥാർത്ഥത്തിൽ ആ വാദം തെറ്റാണ്. ഷെയ്ഖ് അൽബാനി പറഞ്ഞതുപോലെ ചിലർക്ക് അതിൻ്റെതായ ആളുകൾക്ക് അതിൻ്റെതായ ലക്ഷണങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, കാര്യങ്ങളിലൂടെ അത് ജിന്നുബാധയാണെന്ന് തിരിച്ചറിയാൻ പറ്റും, ചികിത്സിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ, ഇപ്പൊ ഈ ഗ്രന്ഥത്തിൽ തന്നെ അവരിറക്കിയിട്ടുള്ള റുഖ്യ ശർഇയ്യ, ജിന്നു പിശാച് റുഖ്യ ശർഇയ്യ എന്നുള്ള ഗ്രന്ഥത്തിൽ തന്നെ ഒരു ചോദ്യം ഇവർ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഒരു മുസ്ലിമായ ഷെയ്ഖ് റബീന്റെ ഒരു ഫത്വയാണ്. ഒരു മുസ്ലിമായ ജിന്നിനോട് സംഭാഷണം നടത്തുന്നത് അനുവദനീയമാണോ? 45-ാമത്തെ പേജിൽ കാണാം. എന്താ ചോദ്യം? മുസ്ലിമായ ജിന്നിനോട് സംഭാഷണം നടത്തുന്നത് അനുവദനീയമാണോ? അനുവദനീയമല്ല. ഉത്തരം: അവൻ ജിന്ന് മുസ്ലിമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അങ്ങനെ അതിന്റെ മറുപടി കൊടുക്കുകയാണ് ഷെയ്ഖ് റബി. അപ്പൊ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയല്ലത്? ചോദ്യം ചോദിക്കാനേ പൊട്ടത്തരല്ലേ. കാരണം എന്താ? ജിന്നുബാധ നബിക്കല്ലേ തിരിച്ചറിയുള്ളൂ.
നബിക്ക് മാത്രമുള്ളല്ലോ, അത് നബിന്റെ മാത്രം മുജിസത്തല്ലേ? പിന്നെ ഷേഖ് റബീനോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് എന്താ കാര്യം? ഒരു മുസ്ലിമായ ജിന്നിനോട് സംഭാഷണം നടത്താൻ അനുവദനീയമാണ്. ആ ജിന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതുണ്ടെങ്കിലല്ലേ സംഭാഷണം നടത്തലുള്ളൂ. അപ്പൊ ഈ ചോദ്യം ഇവർ എടുത്തു കൊടുക്കുക, അതെന്നെ അബദ്ധല്ലേ? അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഒരു ചോദ്യം ഉണ്ട്, അടിച്ച് ജിന്ന് ബാധിച്ച ഒരാൾ അടിക്കാൻ പറ്റും എന്നുള്ളതിന് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഒരു ഫത്വ എടുത്തു കൊടുത്തുകയാണ്. അടിക്കുക, കഴുത്തില് പിടിച്ചിട്ട് ഞെരിക്കുക, അത് ചെയ്യാൻ പറ്റുമോ ജിന്ന് ബാധിച്ച ഒരാളെ? അപ്പൊ ജിന്ന് ബാധ നമുക്ക് അറിയില്ലല്ലോ, പിന്നെന്താ ഇതിന്റെ ചോദ്യത്തിന്റെ പ്രസക്തി എന്താ? പിന്നെ ഇതില് കുറെ കാര്യങ്ങൾ പറയണ്ട്. അഡ്രസ് ചോദിക്കാൻ പാടില്ല, അതൊക്കെ അൽബാനി എതിർത്തിട്ടുണ്ട്. ഇതൊക്കെ ജിന്നുബാധ ഒരാൾക്ക് ജിന്നാണ് കൂടിയത് എന്ന് തിരിച്ചറിയുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നുള്ളൂ. അതിന് മനുഷ്യന്മാർക്കൊന്നും കഴിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ തരത്തിലുള്ള ഫത്വകള്? പിന്നെ അവിടെ ചികിത്സ വരുന്നുണ്ടോ? ജിന്നിനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ജിന്നവിടെ വേണ്ടേ? അതിനൊരിക്കല്ലാതെ അറിയില്ലല്ലോ, നബിന്റെ മാത്രം മുജിസത്തല്ലേ? എന്തൊക്കെയാണ് ഇവര് പറയുന്നതെന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല. കാരണം ഇതൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർക്ക് മതപ്രബോധനം എന്നുള്ളത് വേറെ കുറെ അജണ്ടകളാണ്. ആ അജണ്ടകൾ നടപ്പിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിലുള്ള രാഷ്ട്രീയ സമുന്നതരായ നേതാക്കളൊക്കെ നമ്മൾ നവോത്ഥാനത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യും? നമ്മളെ നോക്കിയിട്ട് പറയും അന്ധവിശ്വാസികൾ എന്ന് വിളിക്കും. അതിന് ഇവർക്ക് താല്പര്യമല്ല. ഖുറാഫികൾ എന്ന് പറയും. അപ്പൊ അതാണല്ലോ പറയും, ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ബുഖാരിന്റെ ഹദീസ് പറഞ്ഞാല് അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. മന്ത്രണ്ട്, മന്ത്രിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോ അല്ലെ മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവരുടെ ദുർവ്യാഖ്യാനമാണ്. അത് ഉറപ്പിച്ചു പറയാൻ അതിന് വഹയുള്ള നബിക്കേ പറ്റുള്ളൂ. അത് ഇന്ന സ്ഥാനത്താണ്, ഇന്ന ജിന്നാണ്, ഇന്നതാണ് അവന്റേത്, അത് ജിന്ന് തന്നെയാണ് എന്നുള്ളത് അങ്ങനെ തന്നെ അത് തീർത്തും ഉറപ്പിച്ചു പറയാൻ വഹയുള്ള നബിക്കല്ലാതെ കഴിയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ പ്രസംഗം? ഇപ്പോ അബ്ദുറഹ്മാൻ സലഫിയുടെ തന്നെ പ്രസംഗം, അതിൽ കാണാം ഉഖ്റുജ് അദുവല്ലാ എന്ന് പറയാം, വേറൊന്നും പറയാൻ പാടില്ല. ചികിത്സിക്കുന്ന സമയത്ത് ജിന്ന് ബാധിച്ച ഒരാളോട് എന്ത് പറയാം? ഉഖ്റുജ് അദുവല്ലാ, അള്ളാഹുവിന്റെ ശത്രു ഇറങ്ങിപ്പോകാൻ ശരീരത്തിൽ എന്ത് പറയാം? പക്ഷെ കൂടിയത് ജിന്നാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്, നമ്മൾ നബിയാ, ഇതെങ്ങനെ നമ്മളത് പറയാം? ഇവരെ പല പ്രസംഗത്തിലും കാണാം. എങ്ങനെ പറയും? ഉഖ്റുജ് അദുവല്ലാ, ആ കൂടിയത് ജിന്നാണെന്നുള്ളതിന് വഹയുള്ള നബിക്കുള്ളല്ല അറിയാം. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്താണ്? തീർത്തും അബദ്ധങ്ങളാണ്, പ്രമാണ വിരുദ്ധമായ നിലപാടുകളാണ്. ഇതൊക്കെ സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത പുത്തൻ വാദമാണ് എന്നുള്ളതാണ് ഈ വിഷയ സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം, ഖുർആൻ വെള്ളത്തിൽ ഊതിക്കുടിക്കൽ, പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കലൊക്കെ അന്ധവിശ്വാസമല്ലേ? അടുത്ത ചോദ്യം സംശയമുള്ളത് വെള്ളത്തിൽ ഊതി കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, വെള്ളത്തിൽ ഊതി കുടിക്കുക, അതേപോലെ തന്നെ വെള്ളത്തിൽ ഊതി കുടിക്കുക, പാത്രത്തിൽ എഴുതിയിട്ട് ആ വെള്ളം കുടിക്കുക, ഇങ്ങനെ പല സംഗതികളുണ്ട്. ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇന്ന് അല്ലെങ്കിൽ ലോകത്ത് കാണുന്ന ഒരു രീതിയല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. കാരണം ഇന്ന് നമ്മുടെ നാട്ടില് പ്രചാരണത്തിലുള്ള രീതി എന്താ വെച്ചാല് വെള്ളത്തിൽ ഊതി കുടിക്കുക. അതൊക്കെ എന്താണ്? ആ മന്ത്രവാദിയുടെ ഒരു പോരിശ. അതേപോലെ തന്നെ അവര് പലതും ശിർക്കുപരമായിട്ടുള്ള പലതാണ് അവർ കാട്ടിക്കൂട്ടുന്നത്. അതേപോലെ തന്നെ പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് അവർ ഖുർആൻ എഴുതാണെന്ന് പറയും, വേറെ പലതും ഇരിക്കാർ എഴുതുക, ജിന്നിന്റെ പേരുകള്, മറ്റുള്ള പേരുകള്, അസ്ഹാബുൽ കഹ്ഫിന്റെ നായന്റെ പേര്, അറബി അക്ഷരങ്ങൾ തിരിച്ചിട്ടിട്ട് ഈ രൂപത്തിലൊക്കെ എഴുതിയിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക. അതേപോലെ തന്നെ അവർ ഖുർആനാണെന്ന് പറഞ്ഞിട്ട് അവർ മന്ത്രിക്കും വെള്ളത്തില്.
പക്ഷെ അവര് മന്ത്രിക്കുന്ന എന്തായിരിക്കും? വേറെ ചില കാര്യങ്ങളായിരിക്കും. പിന്നെ ജിന്നിനോടുള്ള പ്രാർത്ഥനയായിരിക്കും, ഷെയ്ത്താനോടുള്ള സഹായം തേട്ടത്തിന്റെ മന്ത്രങ്ങളായിരിക്കും. യഥാർത്ഥത്തിൽ അതും ഇതുമായിട്ടൊരു ബന്ധമല്ല എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. അത് മന്ത്രവാദമാണ്, ഇസ്ലാം അതിനെ എതിർക്കുന്നു. അതൊക്കെ ശിർക്കിന്റെ പരിപാടികളാണ്. അപ്പൊ അത് രണ്ട് വിഷയമാണ്. നമുക്ക് വെള്ളത്തിൽ ഊതി കൊടുക്കുക പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരല് നമ്മുടെ ഖുറാഫികൾ ചെയ്യുന്ന ഏർപ്പാടാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല്, വെള്ളത്തില് ഖുർആൻ ഊതിയിട്ട് കൊടുക്കുക, അതേപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ ഊതിയിട്ട് കുടിക്കുക, അതേപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകള് പ്ലേറ്റുകളില്, തകിടുകളില്, അതേപോലെ തന്നെ ചില പ്രത്യേകമായ ബുക്കുകളിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാ? അത് വെള്ളം നനച്ചിട്ട് അത് പൊതിർത്തുക, എന്നിട്ട് അത് വെള്ളത്തിലിടുക. അതല്ലെങ്കിൽ ആ പിഞ്ഞാണത്തിൽ എഴുതിയ ഖുർആൻ എന്ത് ചെയ്യുക? വെള്ളം കൊണ്ട് മായ്ച്ചിട്ട് ആ വെള്ളം കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഖുർആനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഷിർക്കിന്റെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ആ മന്ത്രവാദികളുടെ പരിപാടികളോ ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി ഈ വിഷയത്തിന്റെ ഇസ്ലാമികമായിട്ടുള്ള നിലപാട് എന്താണ്? ഖുർആനാണ് വിഷയം. അതല്ലാത്തത് ഷിർക്കാണ്, ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ വിഷയം വെള്ളത്തില് ഖുർആൻ ഓതിയിട്ട് കുടിക്കാൻ പറ്റുമോ, ഖുർആൻ ഓതിയിട്ട് കുടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങള് വെള്ളത്തിൽ ഓതിയിട്ട് കുടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് അത് കുടിക്കാൻ പറ്റുമോ? ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഈ വിഷയത്തില് രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. രണ്ട് അഭിപ്രായങ്ങൾ. ഒരു വിഭാഗം പറയുന്നത് അത് ജായിസാണ്. ഏത് ജായിസ്? ഖുർആൻ വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കല്. അതല്ലാതെ ഇന്നത്തെ മുസ്ലിയാക്കന്മാരുടെ ജാറങ്ങളിലും ദർഗകളിലും അതേപോലെ തന്നെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടിനെ കുറിച്ചല്ല ചർച്ച. തെറ്റിദ്ധരിച്ചു പോയത് വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. എന്നിട്ട് ഈ മന്ത്രവാദത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ പറയുന്നത് എന്താ പറയുക? വെള്ളത്തിൽ ഊതി കുടിക്കാൻ ഒരാള് പറഞ്ഞാൽ തന്നെ അന്ധവിശ്വാസം, ഖുറാഫാത്ത്, ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തില് ഇവരുടെ നിലപാട് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. സലഫി യോഗം ഏതൊരു വിഷയത്തിലും സ്വീകരിച്ചൊരു നിലപാടിലേക്ക് നമ്മൾ വരണം. കാരണം ഇത് ദീനാണ്. നാളെ പരലോകത്ത് അല്ലാണ്ട് സമാധാനം പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോ പ്രധാനമായിട്ടും രണ്ട് വീക്ഷണങ്ങള്. ഒരു വിഭാഗം പറയുന്നത് വെള്ളത്തിൽ ഖുർആൻ ഓതിയിട്ട് വാരിതായി വന്നിട്ടുള്ള ദിക്കറുകൾ ഓതിയിട്ട് നമുക്ക് കുടിക്കാം, അതേപോലെ തന്നെ പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് കുടിക്കാം. ഇത് പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലജ്നത്ത് ദാഇമിയുടെ ചില ഫത്വകളിൽ ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള ആളുകള് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത്? ഖുർആൻ ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കുന്നതിന് വിരോധമല്ല, അതേപോലെ തന്നെ പിഞ്ഞാണത്തിൽ ഊതി കുടിക്കുന്നതിന് വിരോധമല്ല. ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? പ്രത്യേകം ഇത് പേരെടുത്ത് തന്നെ പറയാനുള്ള കാരണം എന്താ വെച്ചാല്, കേരളത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാല്, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോ അവരെ തെറി പറയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർ യഥാർത്ഥത്തിൽ തെറി പറയുന്നത് ആരെയാണ്? ഇബ്നു ബാസിനെയാണ് തെറി പറയണത്. ഷെയ്ഖ് ഇബ്നു ബാസിനെ തെറി പറയണത്. അതേപോലെ തന്നെ മഹാന്മാരായ ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരാണ് ഇവര് തെറി പറയുന്നത്. ശരിക്കും ഇവര് പരിഹസിച്ചിട്ട് കളിയാക്കിയിട്ട് വിടുക ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് വീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. ഇങ്ങനെ രണ്ട് വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഇനി ഇങ്ങനൊരു വീക്ഷണം ഉണ്ടാകാനുള്ള ഒരു കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വീക്ഷണം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താ വെച്ചാല്, റുഖിയ ശർഇയ്യയിൽ റുഖിയത്തിൽ തജ്രിബത്ത് പാടുണ്ടോ അല്ലേ? അവിടെയാണ് ഈ ഇങ്ങനെ ഒരു ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം അതാണ്. എന്ത്? തജ്രിബത്ത് പാടുണ്ടോ അല്ലേ? ചില പണ്ഡിതന്മാര് പറഞ്ഞു തജ്രിബത്ത് ആകാം. എന്താ തജ്രിബത്ത് എന്ന് പറഞ്ഞ? തജ്രിബത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മളൊരു സംഗതി പരീക്ഷിക്കുക, എന്നിട്ട് അത് ഫലം കണ്ടു എങ്കിൽ അത് ചെയ്യാം. നമ്മുടെ അത് എക്സ്പെരിമെന്റിന്റെ അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മളത് ചെയ്തു, നമുക്കത് അനുഭവമായി, അത് ഫിറ്റാണ്, അത് ഫലം കണ്ടു എന്നെങ്കിൽ ആ കാര്യം അത് നമ്മൾ മരുന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, റുഖ്യയായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക.
അതിന് അവർ ചില ഹദീസുകൾ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചിട്ടുള്ള പല ഹദീസുകളും ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു. ആ മന്ത്രമാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ശിർക്കില്ലെങ്കിൽ അതിനെന്തില്ല, ആ മന്ത്രത്തിന് തെറ്റൊന്നുമില്ല. അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ മന്ത്രിച്ചിരുന്ന ആ മന്ത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു. ആ മന്ത്രം മുഖേന അവർ രോഗം സുഖപ്പെടുത്താറുണ്ടായിരുന്നു. തേള് കുത്തിയാൽ അവരതിന് ചികിത്സിക്കാറുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു. മാത്രമല്ല, ഒരു സഹോദരനെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രത്തെ വിരോധിച്ചു. ആ സന്ദർഭത്തിൽ അംർ ഇബ്നു ഹസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അവർ വന്നിട്ട് എന്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ അടുത്ത് കുറച്ച് മന്ത്രങ്ങളുണ്ട്, തേളിന് ഞങ്ങളത് മന്ത്രിക്കാറുണ്ടായിരുന്നു, താങ്കൾ മന്ത്രത്തെ വിരോധിച്ചിട്ടുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് ആ മന്ത്രം എന്താ പറഞ്ഞത്, ആ മന്ത്രം നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നാലും ഫഅറദൂഹ അലൈഹി. ആ മന്ത്രം അവരത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മന്ത്രമാണ്. അത് നബി പഠിപ്പിച്ചതല്ല, ആയത്തിലെ ഹദീസിന് വന്ന മന്ത്രമല്ല. ആ മന്ത്രം അവർ കാണിച്ചു കൊടുത്തു. നബി പറഞ്ഞത് മാറബസ, ഈ മന്ത്രത്തിന് തകരാറൊന്നുമില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്വന്തം സഹോദരന് ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഉപകാരം ചെയ്തു കൊടുക്കട്ടെ. അപ്പൊ എന്താണ്, അവർ ചെയ്ത ആ മന്ത്രത്തെ, അവർക്കത് ഫലപ്രദമായിരുന്ന ആ മന്ത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അപ്പൊ ഇവിടെ മനിസ്തത മിൻകും, നിങ്ങളിൽ ആർക്ക് സാധിക്കുന്നു, അതെന്താണ്, ആമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇതേപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള വേറെ ചില ഹദീസുകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു, ശിർക്കില്ലെങ്കിൽ അത് അയക്കോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, അത് ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന മന്ത്രങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തത്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ തെജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫലം കാണുന്നത് എന്ത് ചെയ്യാം, നമുക്കത് ചെയ്യാം. അതിൽ ശിർക്കുണ്ടാകരുത്, ഹറാമുണ്ടാകരുത്, വിദഅത്ത് ഉണ്ടാകരുത്. ആ അടിസ്ഥാനത്തിലാണ് ഇവർ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഇത് വെള്ളത്തിൽ ഖുർആൻ ഊതി കുടിക്കുന്നത് ജായിസാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ പൊട്ടന്മാരാക്കിയിട്ട് കാര്യമില്ല. അവരൊക്കെ അഹ്ലുൽ ഇൽമിൽപ്പെട്ട സലഫിയത്ത് എന്താണെന്നുള്ളത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാന്മാരായ പണ്ഡിതന്മാരാണ്. നമ്മുടെ കേരളത്തിൽ 6 കൊല്ലം അറബി കോളേജിൽ പോയിട്ട് ബുഖാരിന്റെ ഒരധ്യായം പോലും തീർത്തും പഠിക്കാത്ത പണ്ഡിതന്മാരല്ല ഇവരൊന്നും. പരിഹസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാല്, ഇതൊക്കെ മുസ്ലിമിന്റെയും ബുഖാരിന്റെ ഒക്കെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഹദീസുകളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകാനുള്ള കാരണം ഈ ഒരു ഇതാണ്, തെജ്രിബത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറ്റുമോ പറ്റൂല എന്നുള്ളൊരു ചർച്ച വന്നത്. എന്നാൽ ആ തെജ്രിബത്ത് തന്നെ നമുക്ക് തോന്നിയ രൂപത്തിലാകാൻ പറ്റുമോ? ഒരു ടിവിയിലൊരു പ്രോഗ്രാം ഉണ്ട്, മൻസിലി മഫാസ് എന്ന് പറഞ്ഞിട്ട്, അത് ശുദ്ധ അസംബന്ധമാണ്, അതിന് തെജ്രിബത്തൊന്നും പറയാൻ പറ്റൂല. ഈ തെജ്രിബത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിനാരും ന്യായീകരിക്കാനും മെനക്കെടണ്ട അല്ലെ. എന്തൊക്കെ ചോദ്യങ്ങളാ മൂലക്കുരു മാറാനുള്ളത്, അപ്പൊ അതിന് ഇതിന്റെ സൂറത്ത് ഇത്ര പ്രാവശ്യം ഓതുക അല്ലെ. വേറെ പലതും പ്രസവിക്കാനുള്ളത് ഇന്ന അധ്യായം ഇന്ന സൂറത്ത് ഇത്ര പ്രാവശ്യം ഓതുക. അങ്ങനെ എന്തൊക്കെ വൃത്തികെട്ട പരിപാടികൾ, അതൊക്കെ ആര് പഠിപ്പിച്ചതാ? അതൊന്നും തെജ്രിബയാണ്. അതൊക്കെ തെജ്രിബത്തിന്റെ പേരിൽ ശിർക്കും ഖുറാഫത്തും പറ്റൂല. അപ്പോ ഈ വെള്ളത്തിൽ ഖുർആൻ ഊതി കുടിക്കുന്നത്, അതേപോലെ തന്നെ പിന്നെ പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുന്നതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച വരാനുള്ള കാരണം ഇതാണ്. ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നത്. അവൻ ഖുറാഫി, അത് പറഞ്ഞാൽ ഖുറാഫിയായി, അത് പറഞ്ഞാൽ തന്നെ ഖുറാഫിയായി. ഇങ്ങനെ ഊതി കുടിക്കാതെ, ഖുർആൻ ഊതി കുടിക്കാതെ പറഞ്ഞാൽ തന്നെ. ആരെയാണ് ഇത് ഖുറാഫികളാക്കുന്നത്? ആരെയാണ് പരിഹസിക്കുന്നത്? ആരെയാണ് കളിയാക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ആൾക്കാർക്ക് അറിയില്ല. വെള്ളത്തിൽ ഇബിനുവാസ് ഊതി കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബിനുവാസ് ഖുറാഫിയായി, ഇബിനുവാസ് പൊട്ടത്തരം പറഞ്ഞു എന്നുള്ളതാ, ഇബിനുവാസ് അബദ്ധം പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ഏത് തെജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ അതിനെതിർക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞെന്താ വെച്ചാല്, ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് റബി, ഇവരൊക്കെ പറഞ്ഞത് തെജ്രിബത്താണെന്ന് കരുതി എന്തും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഗൈബിയായ ഒരു വിഷയം അതിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അതില് 2 പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഷെയ്ഖ് റബീനോട് ഒരു ചോദ്യം ചോദിച്ചു, ഈ തെജ്രിബത്തിനെ പറ്റി ചോദിച്ചു. എന്താ ചോദ്യം? അദ്ദേഹത്തിന് കൊടുത്ത മറുപടി നമ്മൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ അർ-റുഖിയത്ത് വർ-റുഖാത്ത് ചോദ്യോത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തോട് ചോദ്യം എന്ത്, ഹരി തെജ്രിബത്തു ലഹാ മജാലുൻ ഫി റുഖിയ, ഈ റുഖിയ വിഷയത്തിൽ തെജ്രിബക്ക് വല്ല അടിസ്ഥാനം ഉണ്ടോ? തെജ്രിബിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? തെജ്രിബത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് പരീക്ഷിച്ചറിഞ്ഞിട്ട് ഫലം കണ്ടതെന്ന് അർത്ഥം.
അതും ഇത് പറഞ്ഞ ആൾക്കാരനെ ശിർക്ക് മറ്റതൊന്നും ആവാൻ പാടില്ല എന്നുള്ളത് തീർത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് വല്ല ഈ റുഖിയന്റെ മേഖലയില്, മന്ത്രത്തിന്റെ മേഖലയില് വിഷയത്തിൽ തജ്രിബത്തിന് വല്ല സ്ഥാനമുണ്ടോ, വല്ല അടിസ്ഥാനമുണ്ടോ? അദ്ദേഹം പറഞ്ഞു ആ തജ്രിബത്ത് ഫി തിബ്ബി, ഇത് തിബ്ബില് വരുന്ന വിഷയമാണ് എന്ത് തജ്രിബത്ത് എന്നുള്ളത്. വലൈസത്ത് റുഖയ, അത് റുഖയില് അത് പറ്റൂല. ആ തിബ്ബ് ഖായിമുൻ അല തജാരിബി, തിബ്ബ് മൊത്തത്തിൽ തന്നെ നിലകൊള്ളുന്നത് തന്നെ എന്തിലാ? തജാരിബിലാണ്. അപ്പൊ നമ്മള് ഡോക്ടറെ അടുത്ത് പോയി വയറിളക്കം പിടിച്ചു, അതിന് മരുന്ന് കൊടുക്കും. ആ മരുന്ന് കുടിച്ചാൽ വേറെ ഇളക്കം നിൽക്കും. അതേ ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ പോയി വേറെ ഇളകാൻ വേണ്ടിയിട്ട് ആ മരുന്ന് കുടിച്ചാൽ വേറെ ഇളകും. ഇന്ന മരുന്ന് കുടിച്ചാല് പനി മാറും, ഇന്ന മരുന്ന് കുടിച്ചാല് ഇന്നത്. അതെന്താണ്? തജ്രിബത്താണ്. അതല്ലാതെ നബി പറഞ്ഞല്ലോ, അത് തജ്രിബത്താണ്. ഹറാമ അല്ലാത്ത അതല്ലാത്ത രൂപത്തിൽ നമുക്ക് അത് അനുവദനീയാണ്. അപ്പൊ തിബ്ബിലാണ് തജ്രിബത്ത് വരുന്നത്, എന്തിനല്ല? റുഖിയയിലല്ല. അൽ അഹ്സൻ, ഏറ്റവും നല്ലത്. അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നിലപാട് ഇതാണ്. ആര്? ഷെയ്ഖ് റബീ പറഞ്ഞത്. ഷെയ്ഖ് റബീ പറഞ്ഞെന്താ? അൽ അഹ്സൻ, ഏറ്റവും നല്ലത്. ആ നഖ്തസിറൽ മുസ്ലിം, ഒരു മുസ്ലിം ചുരുക്കലാണ് അല റുഖിയത്തി ശറയ്യ, ശറയ്യായി വന്നിട്ടുള്ള ആ മന്ത്രങ്ങൾ എന്താണോ അതിൽ നിൽക്കലാണെന്ത് ഏറ്റവും നല്ലത്. അപ്പൊ അവിടെ നിൽക്കാൻ നല്ലത്. എന്നാല് ഖുർആൻ ഓതിയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ വിജ്ഞാനത്തിൽ എഴുതിയിട്ട് അത് കുടിക്കാം എന്ന് പറഞ്ഞ ആൾക്കാര് ഖുറാഫികളാണോ? ഇവിടെയാണ് വിഷയം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശരിക്ക് ദീന് കൊണ്ട് ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? കളിക്കാണ്. ശരിക്കിത് മാന്യമായൊരു ചർച്ചയാണ് ഇവർ ഉദ്ദേശിക്കണത് എന്നെങ്കിൽ എന്ത് പറയണം? ചില പണ്ഡിതന്മാരെ കുതിര കയറല്ലല്ലോ വേണ്ടത്. ഇവർ പറയണം ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ആ അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം അതാണ്. ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് പറയുന്നതിന് പകരം എന്ത് ചെയ്യേണ്ടത്? ഈ മന്ത്രവാദത്തിന്റെ പേരിൽ സ്റ്റേജ് കെട്ടി ഇത് പറഞ്ഞ പണ്ഡിതന്മാരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയുമാണ് ഈ ആളുകൾ ചെയ്യുന്നത്. വിഷയം ഗൗരവമുള്ള വിഷയമാണ്. അപ്പോ ഷെയ്ഖ് റബീ പറയുന്നത് എന്താ വെച്ചാല്, അപ്പോ ഈ റുഖിയന്റെ വിഷയത്തില് ഈ നമ്മള് എന്ത് ചെയ്യാണ്? ആ വാരിതായി വന്നിട്ടുള്ള അതിൽ ഒതുക്കുകയാണ് നല്ലത്. അമ്മ തജാരിബ് മല്ലദി യുദ്രീക അവലൻ വമിൻ ഐന ജാഅതകൽ ഫിക്റത്തു ഹാദിഹി, നിനക്ക് എന്താണ് ഈ തജ്രിബത്തിനെ കുറിച്ച് അറിയാം? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്ന് ഷെയ്ഖ് റബീഉൽ ഹാദി അൽ മദ്ഖലി അദ്ദേഹത്തിന്റെ റുഖിയത്ത് വറുഖാത്ത് എന്നുള്ള ഗ്രന്ഥത്തിൽ ചോദിക്കാണ്. അപ്പൊ ഈ നിലപാട് അതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള നിലപാടാണ്. ഇനി ഇത് മാത്രമല്ല, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും തജ്രീബത്തിനെ കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഇതാണ് അടിസ്ഥാനം. കാരണം തജ്രീബത്തിന്റെ പേരിൽ എന്തും ആകാം. അപ്പൊ പലരും പലതും എഴുതിയിട്ടുണ്ട്. പിന്നെ ബിലാൽ ഫിലിപ്സിന്റെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ പലതും കാണാം. അതേപോലെ തന്നെ പലരും ചെയ്യാറ്. അതൊക്കെ എന്താ? തജ്രീബത്തിന്റെ പേരിലാണ്. അപ്പൊ നമുക്ക് നല്ലത് എന്താണ്? ഷെയ്ഖ് റബീ പറഞ്ഞതുപോലെ എന്താണ്? അവിടെ നിൽക്കുകയാണ് എന്ത് ഏറ്റവും നല്ലത്. ഇനി ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ തജ്രീബത്തിനെ കുറിച്ച് പറഞ്ഞ എന്താ അറിയോ? ലൈസ കുല്ലു തജ്രിബത്തിൻ നാഫിയത്തിൻ യദുല്ലു അലാ ശർഇയ്യത്തി ഹാദിഹിൽ വസീല. ഒരു തജ്രിബ കൊണ്ട് ഉപകാരം കിട്ടി എന്നതുകൊണ്ട് ഈ വസീല എല്ലാം എന്താണ്? ശർഅ അംഗീകരിച്ചതാണ് എന്നുള്ളത് പറയാന് പറ്റൂല. മഫാസിലായാലും മൻസിലായാലും അല്ലെ, അതൊന്നും പറ്റൂല. വൈല ഫതഹലന ഹാദാ ബാബൻ വാസിയം മിന ദജ്രി വൽ ബിദ്അ. ഇനി ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അതെന്താണ്? ബിദ്അത്തിന്റെയും ദജ്ലിന്റെയും കവാടങ്ങൾ തുറക്കും. ആർക്കും എന്തും ഈ പേര് പറഞ്ഞിട്ട് തിരികെ കയറ്റാൻ. എന്നാല് ഇതാകാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് ശിർക്കിന്റെ മന്ത്രങ്ങളൊന്നുമല്ല കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പ്രത്യേകം മനസ്സിലാക്കും വേണം. കാരണം മന്ത്രവാദത്തിന്റെ പേരും പറഞ്ഞിട്ട് അടി കിട്ടുന്നത് ആർക്കാണ്? ഷെയ്ഖ് ഇബ്നുവാസിനും ഷെയ്ഖ് ഹുസൈമീനൊക്കെയാണ്. ഏത് ദായ്മന്റെ പണ്ഡിതന്മാർക്കൊക്കെയാണ്. ഇവരിൽ നിന്ന് ഇത് അതിലധികം പ്രതീക്ഷിക്കും. കാരണം ആലുഷേഖിന്റെ ഗ്രന്ഥം തോട്ടക്ക് വലിച്ചെറിയണമെന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പിന്നെ നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയുന്നത് എന്താ വെച്ചാല്, തജ്രീബത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മിന ദജ്രി വൽ ബിദ്അ വൽ ഖുറാഫ വൽ മിൻ ശിർക്ക് അഹ്യാനൻ. ദജ്ലി ഉണ്ടാകും, കള്ളത്തരങ്ങൾ ഇതിന്റെ പേരിലുണ്ടാകും, ബിദ്അത്തുകൾ ഇതിന്റെ പേരിലുണ്ടാവും, ഖുറാഫത്ത് ഇതിന്റെ പേരുണ്ടാവും, ശിർക്ക് തന്നെ ഇതിന്റെ പേരിലുണ്ടാവും. ഇങ്ങനെ അത് മൊത്തത്തിലുണ്ട് അനുവദിച്ച് കയറയച്ച് വിട്ടുകൊടുത്താല്. എന്നിട്ട് അല്ലദീന തവസ്സലു ബിൽ അംബിയ വൽ ഔലിയ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ സ്വാലിഹീങ്ങളോടും ഔലിയാക്കളോടും തവസ്സുലാക്കുന്ന ആളുകൾ അവർ പറയുന്നത് എന്താ? ഞങ്ങൾ ഇന്ന ഖബറിന്റെ അടുത്ത് പോയിട്ട് തവസ്സുലാക്കി പ്രാർത്ഥിച്ചു, ഇന്ന മഹാന്മാരോട് തവസ്സുലാക്കി പ്രാർത്ഥിച്ചു, ഞങ്ങൾ പലതവണ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ്? ഞങ്ങൾക്ക് അതുകൊണ്ട് ഫലം കിട്ടി. അവർക്ക് എന്താ അതിന്റെ തെളിവ്? തജ്രീബയാണ്.
അതുകൊണ്ട് അവർക്ക് കുട്ടീനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് അവരുടെ രോഗം മാറിയിട്ടുണ്ട്. അപ്പോ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറയുന്നു, ഈ ജാതി തജ്രിബ എന്താണ്? അനഖൂലു നജാഹു തജ്രിബ ലാ യക്ഫി ഫി ദലാലത്തി അലാ ശറഇയ്യതിഹ. അത് ഫലം കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം ആ തജ്രിബ ദീനിൽ പറ്റുമെന്നുള്ളത് പറയാൻ പറ്റൂല. ലാ ബുദ്ധ നിർബന്ധമാണ്. അൻയകൂന ഹുനാക ദലീലുൻ യുഈദു ശറഇയ്യ, അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു തെളിവ് ദീനിൽ ഉണ്ടാകണം. വൈല്ല ഫല, ഇല്ലെങ്കിൽ പറ്റൂല. കാരണം ഈ തവസ്സുൽ നടത്തിയിട്ട് ഫലം കിട്ടുന്ന ആൾക്കാർ പറഞ്ഞ എന്താ, ഞങ്ങൾക്ക് പരീക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചോദ്യകർത്താവ് ചോദിക്കുകയാണ് ഷെയ്ഖ് അൽബാനിനോട്, ഷെയ്ഖെ, തവസ്സുലി എന്നുള്ളത് ഒരു തെരിച്ച ഇബാദത്തായ കാര്യമല്ലേ, അതിനെന്തായാലും തെളിവ് വേണം. എന്നാൽ തദാവ ചികിത്സ എന്നുള്ളത് അസ്ലിൽ ജായിസാണല്ലോ, പിന്നെ അത് രണ്ടും എങ്ങനെ നമ്മൾ ഒരുമിച്ച് വെക്കണേ? അത് രണ്ടും എങ്ങനെ ഖിയാസാക്കാൻ പറ്റും? ചോദ്യകർത്താവിന്റെ അടുത്ത ചോദ്യം. അപ്പോ ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ഹാദൽ കലാമു ഉറാഹു സ്വഹീഹ, നിങ്ങൾ പറഞ്ഞ അഭിപ്രായം ശരി തന്നെയാണ്, സംഗതി ഓക്കെ, രണ്ട് വിഷയമാണ്, ഞാൻ അഭിപ്രായം ശരിയേക്കാണ്. പക്ഷെ ലൗ കാനൽ അംറു മുതഅല്ലഖൻ ബിമുആലജതി ഉമൂരിൻ ലാ തതഅല്ലഖു ബിൽ ഗൈബി. പക്ഷെ മനസ്സിലാക്കേണ്ട എന്താ, എന്ത് വിഷയമാണെങ്കിലും ശരി, അതാ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണെങ്കിൽ ഓക്കെ, എന്നാൽ ലാ തതഅല്ലഖു ബിൽ ഗൈബി, അതിന് ഗൈബി ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകരുത്. ലാ തതഅല്ലഖു ബിമാ യുഖാലു അല്ലഹും ബിമാ വറാ അൽ മാദ്ദ. നമ്മൾ എന്ത് പറയും? വറാ അൽ മാദ്ദ. മാദ്ദ പറഞ്ഞാൽ പദാർത്ഥം, പദാർത്ഥാതീതം. അതായത് ഗൈബി ആയിട്ടുള്ള ഒരു വശം, അദൃശ്യമായിട്ടുള്ള ഒരു വശം അതിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതാണ് മാദത്ത്. വറ അൽ മാദത്ത് പറഞ്ഞാൽ പദാർത്ഥത്തിനപ്പുറം, പദാർത്ഥാതീതം എന്ന് സയൻസ് പറയാലോ. അപ്പൊ അങ്ങനെ ഒരു വശം, ഒരു അഭൗതികമായ ഒരു വശം, ഒരു ഗൈബി ആയിട്ടുള്ള ഒരു വശം അതിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂല? അതൊക്കെ ഓക്കെയാണ്, അത് ശരിയാണെന്നുള്ളത് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു കയറ് അയച്ച് വിടാൻ പറ്റൂല എന്നുള്ളതാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് കൊടുക്കുന്ന മറുപടി. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ഒരു അഭിപ്രായ വ്യത്യാസം. ഈ തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്ത് ഇങ്ങനെ വെള്ളത്തിൽ ഊതി കുടിക്കുക, അത് ഇതാക്കുക എന്നുള്ളത് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞത്. ഇനി മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവര് പണ്ഡിതന്മാരാണ്, അവരങ്ങനെ പറഞ്ഞു തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ നമുക്കത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൃത്യമായ ദലീൽ അതിനുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് റബിയും പറഞ്ഞിട്ട് നമുക്ക് നിന്നാൽ മതി. അവരതിന് തെളിവ് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ വെള്ളത്തിൽ ഊതി കുടിക്കാം എന്നുള്ളതിന് അവർക്ക് തെളിവ് എന്താ? അവര് തെളിവ് പറയാനുള്ളത് ഒന്നാണെന്ത്? ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞൊരു തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വെള്ളത്തിൽ ഊതി കുടിച്ച ഒരു ഹദീസ് അബൂദാവൂദിന്റെ ഹദീസ് ഉണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ഹദീസ് ദുർബലാണ്. ഷെയ്ഖ് അൽബാനിയുടെ ആ ഹദീസിനെ പറ്റി ചോദിക്കുന്നുണ്ട്, ആ ഹദീസ് സ്വഹീഹല്ല. അപ്പൊ അത് തെളിവല്ല. രണ്ടാമതൊരു തെളിവ് പറയുന്നത് എന്താ വെച്ചാല്, അഹ്മദ് ബിൻ ഹംബലിന്റെ മകൻ സ്വാലിഹ്, അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് രോഗമാകുമ്പോ വാപ്പ എന്ത് ചെയ്യും? ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഒരു കോപ്പെടുത്ത്, പിന്നെ പാത്രം എടുത്തിട്ട് അതിലെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഖുർആൻ ഓതിയിട്ട് വാപ്പനോട് കുടിക്കാൻ വേണ്ടി പറയലുണ്ട്, അങ്ങനെ എന്റെ രോഗം സുഖപ്പെടലുണ്ട്. ഇതാണ് അവർ പറയുന്ന വേറൊരു തെളിവ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത്, മകനോട് അങ്ങനെ കൽപ്പിച്ചു എന്നുള്ളതും. ഇതാണ് ഇബ്നുൽ ഖയ്യിമും മറ്റുള്ളവരൊക്കെ, പിന്നെ ഇബ്നു ബാസ് ഇവരൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ എന്താണ്, ഇന്ന ഹദീസ് അല്ലെങ്കിൽ ഇന്ന സഹാബി ചെയ്തു, ആ രൂപത്തിലുള്ള ഒരു തെളിവില്ലാത്തത് കൊണ്ട് തന്നെ കേവലം തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാതിരിക്കലാണ് നല്ലത്. ആര് പറഞ്ഞതുപോലെ? ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് റബിയും ഇവരൊക്കെ തന്നെ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ എന്താ വെച്ചാല്, ഇത് ഇജ്തിഹാദിയായ ഒരു മസലയാണ്. അതിൽ കാണിക്കേണ്ട ഒരു മര്യാദ നമ്മൾ കാണിക്കണ്ടേ? ഇത് പറഞ്ഞ ആൾക്കാരൊക്കെ ഖുറാഫികളായിട്ട് തള്ളാൻ പറ്റുമോ നമുക്ക്? എന്നിട്ട് അതേ ഖുറാഫിന്റെ ഫത്വയാണ് ഇവർ വേറെ ചില വിഷയങ്ങൾക്ക് കൊണ്ടുവരണം, അതേ ബിനുവാസിന്റെ ഫത്വ. അപ്പൊ എന്താ വെച്ചാൽ വിഷയങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ പഠിക്കണം. ഇനി ഇത് മാത്രല്ല, ഇത് പറ്റുമെന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഏത് ഷെയ്ഖ് ഉസൈമീൻ, അതേപോലെ തന്നെ ലജ്നത്ത് ദായിമ, ഇവരും പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, അത് ഒഴിവാക്കാണ് നല്ലത് എന്ന് ഇവരും പറഞ്ഞിട്ടുണ്ട്. ഏത് തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആവാം എന്നിവര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ പറഞ്ഞ ആളുകൾ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അത് ഒഴിവാക്കുകയാണ് എന്ത് നല്ലത്. ഉദാഹരണമായിട്ട് ലജ്നത്ത് ദായിമ അത് പറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ലാത്ത ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാം എന്നുള്ളത് ലജ്ന പറഞ്ഞിട്ടുണ്ട്. ആ ലജ്നന്റെ തന്നെ മറ്റൊരു ഫത്വ നമുക്ക് കാണാം. മാ ഹുക്കും, എന്താണ് വിധി? കിതാബത്തു ശൈഇൻ മിൻ ആയാത്തിൽ ഖുർആനിൽ കരീം, ഖുർആന്റെ ആയത്തുകൾ എഴുതുക, എന്നിട്ട് വശുർബിഹ, എന്നിട്ട് അത് കുടിക്കുക. ചില ജനങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം. അപ്പൊ അവർ കൊടുക്കുന്ന മറുപടി എന്താ വെച്ചാൽ, എല്ലാം യസ്ബുത്ത് ശൈഉൻ മിൻ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആ വിഷയത്തിലൊന്നും തന്നെ
സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വലാന ഖുലഫാ റാഷിദീന, അതേപോലെ തന്നെ ഖുലഫാ റാഷിദീങ്ങളിൽ നിന്നും, വലാ സായിറു സഹാബത്തി റളിയല്ലാഹു അൻഹും, മറ്റുള്ള സഹാബികളിൽ നിന്നും അതങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നിട്ട് അവർ പറഞ്ഞെന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല, ഖുലഫാ റാഷിദീങ്ങളിൽ നിന്ന് വന്നിട്ടില്ല, മറ്റുള്ള സഹാബികളിൽ നിന്ന് വന്നിട്ടില്ല. എന്നിട്ട് അവർ പറയുന്നത് എന്താ? അതുകൊണ്ട് അത് ബിദ്അത്താണ്, അത് ഖുറാഫാത്താണ് എന്നൊന്നല്ല. ഫതർകുഹ ഔല, അത് ഒഴിവാക്കലാണ് എന്ത് ഏറ്റവും നല്ലത്. അത് പറഞ്ഞ പണ്ഡിതന്മാരെ ചീത്ത പറയല്ല ചെയ്യുന്നത്. പിന്നെന്താ? ഫതർകുഹ ഔല, ഏറ്റവും നല്ലത് എന്താ? അത് ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പൊ ലജ്നത്ത് ദായിമന്നെ മറ്റത് പറഞ്ഞിട്ടുണ്ട്, തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ആ പറഞ്ഞ ലജ്നത്ത് ദായിമൻ എന്ത് പറഞ്ഞു? അത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാ. ഇനി ലജ്നത്ത് ദായിമ മാത്രല്ല, ഇത് പറഞ്ഞ വേറൊരാളാണ് ആര്? ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി. ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നത് ഇതേ കാര്യമാണ്. അദ്ദേഹം ആ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു. റുഖിയ നടത്താം, അതുകൊണ്ട് ചികിത്സിക്കാം, അതിന് കൂലി വാങ്ങാം, ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ വെള്ളത്തില് ഊതി കുടിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാല് ഫാത്തിഹ ഒരു മന്ത്രാണ്. ആ ഹദീസ് അദ്ദേഹം എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, പിന്നെ ഇതെന്താണ്? ഫീഹി ഫായിദത്തുൻ മുജറബ, അതിങ്ങനെ തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഫലം കണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫൈനഹാദ ലാ ബഅസ ബിഹി, അതുകൊണ്ട് അത് തെറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായിട്ട് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആര്? ഷെയ്ഖ് ഉസൈമീൻ തന്നെ. തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ അതാവാന്നുള്ളത്. അപ്പോ ഇനി ഷെയ്ഖ് അൽബാനി പറഞ്ഞതിൽ വളരെ കറക്റ്റാ. അദ്ദേഹത്തോട് ഈ വെള്ളത്തിൽ ഊതി കുടിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ് എന്ത്? ഫാൽ സ്വഹാൻ ബാലി സ്വഹാബ, സ്വഹാബികളിൽ നിന്ന് സ്വഹിയായിട്ട് വന്നിട്ടുണ്ടോ? ബഅദു ആയാത്തിൽ ഖുർആനി ഫി അയനാക്കിൽ മർള, ഖുർആന്റെ ആയത്തുകൾ എഴുതി കെട്ടുക കഴുത്തില്, രോഗികളുടെ കഴുത്തില്. അതേപോലെ തന്നെ ഔ കത്തബ ബഅദു ആയാത്തി മിനൽ ഖുർആനി, ഖുർആന്റെ ആയത്തുകൾ എഴുതുക. വ മസഹാ ഫിൽ മായി, എന്നിട്ട് വെള്ളത്തിൽ അത് മുക്കുക. വ ശരിബഹ, എന്നിട്ട് അത് കുടിക്കുക. വ ശറബഹ, എന്നിട്ട് അത് കുടിക്കാൻ കൊടുക്കുക. ഇലൽ മർള, രോഗികളിലേക്ക്. ഹുക്കുമു ദാലിക, ഇതിന്റെ ഇതെന്താണ്? ഷെയ്ഖ് അൽബാനിയോടാണ് ഈ ചോദ്യം. അതിന് ഷെയ്ഖ് അൽബാനി കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? അമാ അന്നഹു സബത അൻ ബഅദി സ്വഹാബ അന്നഹു ഫഅല ദാലിക ഫലാ, സഹാബികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ, സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. അമ്മാ ഹൽ ഫഅല ദാലിക മിൻ ബഅദി അഫ്റാദി മിന സലഫി, എന്നാൽ സലഫുകളിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് അത് വന്നിട്ടുണ്ടോ? ഫബല, ഉണ്ട്. ലാക്കിനൽ മസ്അലത മുഖ്തലിഫുൻ, പക്ഷേ ഈ മസ്അല എന്താണ്? ഇഖ്തിലാഫുള്ള വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയണേ, സലഫുകൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടെങ്കിൽ നമ്മൾ ഖുർആനിന്റെ ഇതിലേക്ക് മടങ്ങണം. എന്താ ഖുർആൻ പറഞ്ഞത്? നിസായിൽ 59-ാമത്തെ ആയത്ത്, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഇതിനെ മടക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പിന്നെ എന്താണ്? രക്ഷാ മന്ത്രങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, അത് പിന്നെ ചികിത്സകളുണ്ട്. വമുആലജ ബിഹാദിഹി റുഖ വൽ അദ്ഇയ, ആ പിന്നെ ദുആകളും മന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചികിത്സിക്കാം. എന്നാൽ ഫൈൻ ലം യസ്ബുത് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലൻ, ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ത്? ഖുർആന്റെ ആയത്തുകൾ എഴുതിയിട്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ബന്ധിക്കുക, അത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വിഷയമാണ്. ഇത് ഖുറാഫികൾ ചെയ്യുന്ന പരിപാടിയല്ല ഇത് ഖുർആന്റെ ആയത്തുകൾ. ഇനി അത് പാടുണ്ടോ? പാടില്ല എന്നുള്ളതാണ്. നമ്മൾ സമയം ഉണ്ടെങ്കിൽ അത് പറയും. ഷെയ്ഖ് അൽബാനി ഒന്നിച്ചാണ് മറുപടി കൊടുക്കുന്നത്. എന്ത്? ഇങ്ങനെ ഖുർആന്റെ ആയത്ത് എഴുതി ശരീരത്തിൽ ബന്ധിക്കുക, അതേപോലെ തന്നെ ഖുർആൻ എഴുതിയിട്ട് കുടിക്കാൻ കൊടുക്കുക. എന്നിട്ട് പറയുന്നത് ഇങ്ങനെ സലഫുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിലേക്ക് ഹദീസിലേക്ക് അതിനെ മടക്കണം. അങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ഹദീസിൽ എന്താണ്? ഒരുപാട് ദുആകളും മന്ത്രം കൊണ്ടുള്ള ചികിത്സകളൊക്കെ കാണാം. എന്നിട്ട് പറയുന്നത് ഫൈൻ ലം യസ്ബുത് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലൻ, അതുകൊണ്ട് തന്നെ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ആദ്യത്തെ പോയിന്റ്. വാനി സ്വഹാബ സാനിയ, രണ്ടാമത്തെ പോയിന്റ്, സ്വഹാബികളിൽ നിന്ന് ഇത് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അന്നഹും അല്ലഖൂ ബഅദൽ ആയാത്തി, ഇവരിങ്ങനെ ആയത്തുകൾ ശരീരത്തിൽ ബന്ധിച്ചതായിട്ട്. വലം യസ്ബുത്, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അൻ കുതിബത് ഫീ വിആഇൻ, ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഖുർആന്
എഴുതിയതായിട്ട് സുമ്മ ശരീബമാഹു, എന്നിട്ട് ആ പാത്രത്തിലെ വെള്ളം അതിൽ ഊതിയിട്ട് കുടിച്ചതായിട്ട് മുആലജത്തി ചികിത്സിക്കുന്നതിന് വേണ്ടി, വദ്ദവായി മരുന്നിന് വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സഹാബികൾ ചെയ്തിട്ടില്ല, അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല. ഇങ്ങനെ വരുമ്പോ ഫനഹനു നഖൂലു ഹീനദാക ബിഖൗലി ബഅലി സലഫിൽ ആഖർ, അതുകൊണ്ട് ഇവരോട് നമ്മൾ പറയുന്നത് ഇങ്ങനെ പിന്നെ ഖുർആനിന്റെ ആയത്തുകളൊക്കെ എഴുതിയിട്ട് കെട്ടിത്തൂക്കാം, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ പറയുന്നത് എന്താ വെച്ചാല് പിന്നെ വഹുനാനക്കൂലു കമാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നക്കൂല വഖൈറുൽ ഹദി ഹദി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാർഗമാണ് ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് നഹ്നഖൂലു നതമസ്സഖു ബിമൻഹജി സലഫ്, സലഫിന്റെ മൻഹജ് നമ്മൾ ഈ വിഷയത്തിൽ മുറുകെ പിടിക്കുന്നു. ആ മൻഹജ് എന്താണ്? അല്ലദി ഇത്തഫഖു അലൈഹി, അവർ ആ വിഷയത്തിൽ യോജിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുന്നു. ആ മൻഹജ് വല യഖ്തലിഫു ഫീഹി, അവർ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പറഞ്ഞ കാര്യം അതിൽ നമ്മൾ നിലകൊള്ളുന്നു. അമ്മ ഇത് ഇഖ്തലഫു ഫീ ബഅദിൽ മസായിൽ ഫർഇയ്യ, എന്നാൽ ചില ഫർഇയായ ശാഖാപരമായ ചില വിഷയങ്ങളിൽ അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഫഈൻ ദാക, സന്ദർഭത്തിൽ നഹ്നു നഊദു ഇലൽ അസ്ലി, നമ്മൾ അസ്ലിലേക്ക് മടങ്ങണം. അസ്ൽ എന്താണ്? അലാ വഹുവൽ കിതാബു വസ്സുന്ന, അത് കിതാബും സുന്നത്തുമാണ്. അതുകൊണ്ട് അതാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊന്നും ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, ഒരു മാതൃകയും അതിലില്ല. വേറെ സ്ഥലത്ത് ഷെയ്ഖ് അൽബാനി പറയുന്നു കുല്ലു ഹാദാ ലൈസ ലഹു അസ്ലുൻ, ഇതിനൊന്നും യാതൊരുവിധ അസ്ലുമില്ല. എന്നിട്ട് അദ്ദേഹം വകുല്ലു ഖൈരിൻ ഫി ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്, എന്താണ്? എല്ലാ ഖൈറും ഉള്ളത് പിന്നെ സലഫുകളെ പിൻപറ്റുന്നതിലാണ്, എല്ലാ ഷർറും ഉള്ളത് പിന്നീട് വന്ന ആളുകൾ പുതിയതായി ഉണ്ടാക്കിയ കാര്യങ്ങളിലാണ് എന്ന് ഷെയ്ഖ് അൽബാനി ഇങ്ങനെ വിശദീകരിച്ചിട്ട് പോകണം. അദ്ദേഹത്തിന്റെ 544 ശരീഅത്തില് ഇത് കാണാൻ പറ്റും. അപ്പോ ഇതാണ് ഈ വിഷയത്തില് നമുക്ക് സ്വീകരിക്കാനുള്ള നിലപാട്. അപ്പൊ അത് പാടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബല്, അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ലജ്നത്ത് ദാഇവയുടെ ചില ഫത്വകള് ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞതുകൊണ്ട് അവരെന്തായാലും ഖുറാഫികളാക്കാൻ മെനക്കെടണ്ട, ഇത് ഇജ്തിഹാദി ആയിട്ടുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏർപ്പാട് തീരെ അത് ശരിയല്ല. സലഫിയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഏത് വിഷയത്തിലും ഇങ്ങനെ തന്നെ, എല്ലാ വിഷയത്തിലും നമ്മൾ കാണുന്ന രീതിയിലാണ്. അതായത് തെറ്റായ നിലപാടാണ്. അപ്പൊ ഇത് ഇജ്തിഹാദി വിഷയമാണ്. ഇതിൽ അഭിപ്രായസ് ഉണ്ട്. അഭിപ്രായസ് ഉണ്ടായുള്ള കാരണം ഈ തജ്രീബത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെ ചെയ്യാമെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടത് കൊണ്ടാണ്. അവരും ആ തജ്രീബത്ത് പാടുണ്ട് എന്ന് പറഞ്ഞത് അവരുടെ ബുദ്ധിയിൽ അവർ ഇജ്തിഹാദ് ചെയ്ത് ഉണ്ടാക്കിയതല്ല, പിന്നെ ഹദീസുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് തജ്രീബത്ത് ആകാം, വിരോധമില്ല എന്ന് അവർ പറഞ്ഞത്. എന്നിട്ട് ആ ശിർക്കിന്റെ മന്ത്രങ്ങളൊന്നുമല്ല, ഖുർആൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാലും ബാക്കിയുള്ള പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ട് പറഞ്ഞു തജ്രീബത്ത് സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മാതൃകയിൽ നിന്ന് വന്നതിൽ മാത്രം ഒതുങ്ങാണ് എന്ന് മാന്യമായ മറുപടി. ഇപ്പൊ ഷെയ്ഖ് അൽബാനി അവരെ ഖുറാഫിയാക്കിയോ, അല്ലെങ്കിൽ അവര് മുബ്തദീങ്ങളാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവര് മൻഹജിന്റെ പുറത്താണെന്ന് പറഞ്ഞോ? ഒന്നുമില്ല. ആ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉണ്ട്. നമ്മളതിൽ ഏറ്റവും തെളിവുള്ളത് സ്വീകരിക്കാം. ഇതന്നെയാണ് ഷെയ്ഖ് റബീ പറഞ്ഞത്, ഇതന്നെയാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞത്. ഇനി തജ്രീബത്തിന്റെ അടിസ്ഥാനത്തിൽ പാടുണ്ട് എന്ന് പറഞ്ഞ ആളുകളും പറഞ്ഞ എന്താ? അത്തർക്കു ഔല, അത് ഉപേക്ഷിക്കലാണെന്ത് ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതാണ് ആ വിഷയ സംബന്ധമായിട്ട് പറയാനുള്ളത്. അത് ശിർക്കല്ല, ബിദ്അത്തും അല്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ വാരിദായി വന്നത് നമ്മൾ എടുക്കുക. ഷെയ്ഖ് അൽബാനി പറഞ്ഞതുപോലെ, ഷെയ്ഖ് റബീ പറഞ്ഞതുപോലെ ബാക്കിയുള്ളതിൽ നമുക്ക് തെളിവ് കിട്ടൂല. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ്. ആ പറഞ്ഞ ആളുകൾ പോലും പറഞ്ഞത് അത് ഒഴിവാക്കുകയാണ് നല്ലത് എന്നാണ്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രീതി, സമീപനം. പിന്നെ അത് ഇൻഷാ അല്ലാഹ് നാളെ ശനിയാഴ്ച, നാളെ ഇതേ സമയത്ത് 8:15 നമ്മൾ ഇതിന്റെ ബാക്കി കൂടി പറയും ഇൻഷാ അല്ലാഹ്. ഇന്ന് സമയം നമുക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോ കുറച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ നാളെ ഇതേ സമയത്ത് തന്നെ ബാക്കി നമ്മൾ വിശദീകരിക്കും. ഇതില് വന്നിട്ടുള്ള ചോദ്യം ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ഒന്ന്, ഇപ്പോ ഖുർആൻ എഴുതി കെട്ടുന്നത് ഒന്ന് നമ്മൾ ചുരുക്കി പറഞ്ഞത് ഒന്ന് വിശദീകരിക്കാനുള്ളത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അങ്ങനെ കെട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, എന്നെ ഖുർആൻ എഴുതിയിട്ട് കെട്ടി. അപ്പൊ ആ സംഭവത്തെ കുറിച്ച് നമുക്കൊന്ന് പറയാനുണ്ട്. അതേപോലെ തന്നെ റുഖിയ ശറയ്യക്ക് വേണ്ടി ക്ലിനിക്കുകൾ തുറക്കുക, അതൊരു തൊഴിലായിട്ട് സ്വീകരിക്കുക. പിന്നെ അതാണ് വേറെ വിഷയം. പിന്നെ ജിന്ന് ബാധിച്ച ആളെ അടിച്ച് ചികിത്സിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയത്ത് നമ്മളത് വിശദീകരിക്കുന്നതാണ്.
എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പ്രമാണങ്ങളിൽ വന്നത് എന്താണോ അവിടെ നമ്മൾ നിൽക്കുക. മറ്റാരെയും തൃപ്തിപ്പെടുത്തേണ്ട ഒരു കാര്യവും ഈ ആദർശം പറയുന്നിടത്ത് നമുക്ക് ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകരുത്. എന്താണോ സലഫികൾ പഠിപ്പിച്ചത് അത് അതേപോലെ പറയാം. അത് പിന്നിൽ എത്ര ആളുണ്ട് എന്നുള്ളത് നോക്കിയിട്ടല്ല വിഷയങ്ങൾ സംസാരിക്കേണ്ടത്, ആളുകൾ എന്ത് പറയും എന്ന് നോക്കിയിട്ടല്ല വിഷയങ്ങൾ സംസാരിക്കേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ച രൂപത്തിൽ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا انك انت السميع العليم واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.